എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം രാധമ്മ എന്ന് പറയുന്ന ഒരു മാള്, ഹരിപ്പാടെന്ന് ഉള്ളവരാണ്. ഹരിപ്പാട് ഈ രാധമ്മ ഒറ്റ ശ്വാസത്തിൽ ഉടമ്പടിയുടെ 15 അനുഭവങ്ങളെ പങ്കിട്ട് 15 അനുഭവങ്ങൾ ഉടമ്പടിയുടെ. അപ്പോൾ എനിക്ക് ഇടക്കാലം കൊണ്ടൊരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരോടും പറഞ്ഞില്ല. ഇപ്പോൾ ഉടമ്പടിയിൽ ഇന്നലെ ഒരു മജിസ്ട്രേറ്റ് സാക്ഷ്യം പറഞ്ഞു. അതുപോലെ തന്നെ IAS വിദ്യാർത്ഥികൾ അവർ പാസ്സായതിനു ശേഷം വന്ന് സാക്ഷ്യം പറയും. IIMകാർ സാക്ഷ്യം പറയും. IITക്കാർ സാക്ഷ്യം പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ എഡ്യൂക്കേഷൻ അക്കാഡമിഷ്യൻസൊക്കെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതായത് കാലക്രമത്തിൽ ഇത് വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ വിഷയങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്നൊരു പ്രാർത്ഥനയായിട്ട്, പദ്ധതിയായിട്ട് ഇത് മാറുമോ? കാര്യം അതൊരു ക്രിമിലേറെ വരത്തുള്ളൂ. ഒരു സമൂഹത്തിൽ 5% അക്കാഡമിഷ്യൻസ് വരത്തുള്ളൂ. ബാക്കി ഒരു 70% പ്രാദേശിക ജീവിതക്കാരും, ഇപ്പം ജീവിതം തന്നെ മറിയല്ലേ, വിദേശ ജീവിതക്കാരും പ്രാദേശിക ജീവിതക്കാരും അതിപ്രാദേശിക ജീവിതക്കാരുണ്ട്. വാർഡ് ജീവിതക്കാർ, പഞ്ചായത്ത് വാർഡിൽ നിന്ന് അവർ പുറത്ത് പോകത്തില്ല. ആ വാർഡിൽ ജനിച്ച് വാർഡിൽ ജീവിച്ച് വാർഡിൽ മരിച്ചു പോകും. അതാണ് നമ്മുടെ സാധാരണ മനുഷ്യർ. ഈ വാർഡിൽ ജനിച്ച് ജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഞാൻ പണ്ട് ഒക്കെ അഡ്രസ്സ് ചെയ്തിരുന്നതെല്ലാം അത്തരം ആൾക്കാരെയായിരുന്നു. കാര്യം അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു വേർപ്പിലും വേദനയിലും അവർക്ക് ഒരു കൈത്താങ്ങി, ഒരു കൈ പിടിച്ച് കൊടുക്കുക, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോഴങ്ങനെ വന്നപ്പോഴെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റലക്ച്വൽസും എഡ്യൂക്കേഷണലിസ്റ്റും അക്കാഡമിഷ്യൻസും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഉടമ്പടി വന്നപ്പോൾ ഉടമ്പടി ഒരു ടെക്നിക്കൽ പ്രെയർ ആയത് കാരണം വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ ചേരുവകൾ, ഫോർമുലയൊക്കെ മനസ്സിലാക്കി ഷാർപ്പ് ഷൂട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഷോട്ട് ഡൗൺ ആകും അത്. അപ്പം അതുകൊണ്ട് ഈസിയാണ്. കാര്യം ഈസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ചെയ്താൽ ഇന്ന ഫലമൊന്നുണ്ട്. അല്ലാതെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഉടമ്പടി വളരെ തന്ത്രപൂർവ്വം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രാർത്ഥിക്കുന്ന ഇത് പ്രെയർഫുൾ അതായത് പബ്ലിക് പ്രാർത്ഥിക്കുന്ന പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു കൺഫർട്ടേഷൻ, അവരൊരു അംബിഗ്വിറ്റി ഉണ്ട് അവർക്ക്. എന്ന് വെച്ചാൽ ഒരു എന്താണ്, ദൈവം കേൾക്കുമായിരിക്കും, കേട്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അവർക്കൊരു ഉറപ്പില്ല. കാര്യം അവർ ചില സമയത്ത് അവർക്ക് ഞങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിൽ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ? അതൊരു ആധ്യാത്മിക ആശങ്കകളാണ്. ഇപ്പം ഞാൻ ഈ വർഷങ്ങൾ 10-21 ലക്ഷത്തോളം ആൾക്കാർ നേരിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞ 10-35 വർഷമായിട്ട് കേട്ടപ്പോൾ പൊതുജനത്തിൻ്റെ ആധ്യാത്മിക ആശങ്കകളെക്കുറിച്ച് എനിക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ബേസിക് ആശങ്ക എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പഠിച്ചാൽ ദൈവം കേൾക്കുമോ? അപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു കുഞ്ഞമ്മ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അവർക്ക് 4 മക്കളുണ്ട്. അവരിങ്ങനെ ഈ പണ്ടത്തെ രീതി അനുസരിച്ച് തലയിൽ കൂടി ഒരു വളയം പോലെ ഇട്ടിട്ട് ഈ നൂലിങ്ങനെ നൂറ്റ് വലയ്ക്ക് കെട്ടാൻ കൊടുത്ത് ജീവിക്കുന്ന സാധാരണ ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുക. അമ്മച്ചിയുടെ വിഷയങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ കയറി പിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് പറയും. ഞാൻ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കും. നാട്ടുകാർ, അയൽവാസികളെ. അപ്പോൾ അവർ പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
അതിനകത്ത് കുഞ്ഞുമ്മ ചേച്ചി പ്രാവശ്യം അവരുടെ പ്രാർത്ഥനകൾക്ക് ഒന്നും ഉത്തരം കിട്ടത്തില്ല. കുഞ്ഞുമ്മ ചേച്ചി പറയുവേ, ലോകത്ത് മുഴുവനും മനുഷ്യരല്ലേ, ഇതെല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുക. അതാണ് പ്രശ്നം. ഇപ്പം മനുഷ്യന്മാരിങ്ങനെ മനുഷ്യന്മാർ കേൾക്കുന്ന പോലെ ലോകം മുഴുവൻ മനുഷ്യരല്ലേ, അവിടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുമോ? അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രാദേശിക ജ്ഞാനമാണത്. അത് പക്ഷെ അങ്ങനെയുള്ള ജ്ഞാനമുള്ള ഒത്തിരി പേരുണ്ട്. നമ്മുടെ വിഷയം മാത്രമല്ല ദൈവത്തിന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ അവരുടെ ഒരു ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് അവരുടെ പ്രെയറിൽ ലോഞ്ച് ചെയ്യണത്. അപ്പോൾ അത്രയും തന്നെ ആ പ്രെയറിന് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ ഗുമളം ഉള്ളത് കാരണം അത് വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കോമൺ പീപ്പിളായാലും ശരി, കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പീപ്പിളായാലും ശരി, ഉടമ്പടിയുടെ ക്ലാസ്സുകൾ കേട്ട് ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ പ്രെയറാണ്. ഒരു ആധ്യാത്മിക ശാസ്ത്രം, ബൈബിൾ ശാസ്ത്രം ഉണ്ടല്ല, ബൈബിൾ ശാസ്ത്രം അനുസരിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. ഈ കവനൻ്റെ കൂടെ വന്നിരിക്കുന്ന കവനൻ്റ് ഇപ്പോഴുള്ളതല്ല, പണ്ടിനാലെ ദൈവം അതാത് കാലങ്ങളിൽ അപ്ഡേഷൻസ് ഉള്ള ഒരു പ്രാർത്ഥനയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കവനൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് കവനൻ്റ് അല്ലെങ്കിൽ ഇവോൾവിങ് ഒരു പരിണാമം, കവനൻ്റ് ഉടമ്പടി ദൈവശാസ്ത്രത്തിൻ്റെ പരിണാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിന് ഘട്ടം ഘട്ടമായി കാലത്തിനൊപ്പം അപ്ഗ്രഡേഷൻ സംഭവിച്ചിട്ടുള്ളതാണ് ഉടമ്പടിയിൽ. നമ്മുടെ ഈ കാലത്ത് വന്നപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് ദൈവത്തിൻ്റെ ഒരു വിഷയമായി മാറി. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രിസ്തുവിൻ്റെ വിഷയമല്ലായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മായ ദൈവത്തിൻ്റെയും ഏക ദൈവത്തിൻ്റെ പൊതുവിഷയമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മിഷനല്ല. ദ മിഷൻ ഓഫ് ജീസസ് ദൈവത്തിൻ്റെ വിഷയമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിഷയമാകുമ്പോൾ അതിൻ്റെ മുതൽ മുടക്കെല്ലാം ദൈവമാണ്. മുതൽ മുടക്കാൻ വേണ്ടി ദൈവം അറ്റം വരെ തയ്യാറാണ്. അതാണ് തൻ്റെ ഏകജാതനെ നൽകാൻ ആ മുതലിന് ആ ഒരു പദ്ധതിക്ക് വേണ്ടി അവസാനത്തെ എക്സ്പെൻഡിച്ചർ തൻ്റെ ഏകജാതിനെ 3:16 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം ആരാധന. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനെ മുഴുവനായിട്ട് വരെ നൽകാൻ അതിൻ്റെ ക്യാപിറ്റൽ അതാണ്. രക്ഷാകര പദ്ധതിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകജാതനെ മുഴുവനും കൂടി നൽകിയ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടി വന്നപ്പോൾ അതിന് പോലും ദൈവം ചെലവഴിച്ചതാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ചെലവഴിക്കൽ നിന്നാണ് ക്രിസ്തുശാസ്ത്രം രൂപപ്പെട്ട് വരണത്. പ്രായോഗിക ജീവിതബന്ധിയായ ക്രിസ്തുശാസ്ത്രം. ഇപ്പോൾ ഒരു അക്കാഡമിക് ക്രിസ്തുശാസ്ത്രമുണ്ട്, പക്ഷേ ഒരു കാലബന്ധിയായ ഒരു ക്രിസ്തുശാസ്ത്രമുണ്ട്. അപ്പോൾ ഈ 3:16 ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പിന്നീട് പൗലോസ് പറയും നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അവിടെ അതിൻ്റെ ഒത്തിരി വാക്കുകൾ ദൈവത്തിൻ്റെ തനത് മൈൻഡ് വെളിപ്പെടുത്തുന്നുണ്ട്.
അതായത് ഈ റോമ 8:32 യോഹന്നാൻ 3:16 തമ്മിൽ ലിങ്ക് ആയിരിക്കണം. എന്താണ് 3:16 എന്താ പറയണത്? തൻ്റെ ഏകജാതനെ പറഞ്ഞേ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം നമ്മളെ ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തെ ഈ എന്തുകൊണ്ടാണ് ദാനമായിരിക്കണം മനസ്സിലാക്കണം. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്, പിന്നെന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമല്ലോ അല്ലേ? നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ്. പക്ഷേ നമ്മുടെ കഴിവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു കാലത്തും പൊരുത്തപ്പെടത്തില്ല. എന്താ കാര്യം? നമ്മളുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളി നമ്മുടെ കഴിവിനേക്കാൾ എപ്പോഴും മുകളിലായിരിക്കും. അതെപ്പോഴും അങ്ങനെയുണ്ട്. ലൈഫ് സെറ്റിൽ ചെയ്തിരിക്കുന്നതും ലൈഫ് ഇവോൾവ് ചെയ്തിരിക്കുന്നതും ജീവിതം ആയിത്തീർന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിവിനേക്കാളും ഉപരിയായിരിക്കും നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം. കഴിഞ്ഞ ദിവസത്തിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യം എന്താ അറിയാമോ? മജിസ്ട്രേറ്റ് വക്കീലാണ്, അവർ പ്രാക്ടീസിങ് വക്കീലാണ്. ഈ ബാരിസ്റ്ററെ ശരിക്കും അവർക്ക് ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റിൻ്റെ എക്സാം വന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ എക്സാം ശരിക്കും വളരെ പാടുള്ളതാണ്. അവർ പറഞ്ഞ സങ്കീർണമാണ്. പല സെക്ഷൻസ് ഉണ്ട്. ആ പരീക്ഷകളെല്ലാം എഴുതിയിട്ടാണ് പിന്നീട് അവർ മജിസ്ട്രേറ്റായിട്ട് അവർ ജയിച്ചാൽ മാത്രമേ മജിസ്ട്രേറ്റിലേക്ക് പിന്നെ അവർക്ക് പരിശീലനത്തിന് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺഫിഡൻസ് ആണ് ഫസ്റ്റായിട്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ആദ്യത്തെ ബോംബിങ് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റ് പൊസിഷൻ. ഇപ്പം മിലിറ്ററി പൊസിഷൻ എന്ന് പറയത്തില്ലേ, ബോംബ് ചെയ്യുന്ന വിമാനങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടാകും. ഇപ്പം നമ്മൾ ദൈവദൃശ്യന് വരുമ്പോൾ ഈ പൊസിഷൻ ടാർഗറ്റിലായിട്ട് വരുന്നത് എപ്പോഴും കോൺഫിഡൻസാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഈ കോൺഫിഡൻസ് എന്ന് പറയണതാണ് നിങ്ങൾ. പക്ഷെ ആ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അതിജീവനത്തിന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വെല്ലുവിളിയെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് പൊളിച്ച് പണിയേണ്ടി വരും. ഇപ്പം തന്നെ ഈ റോഡ് ചെയ്യണവർ ഇപ്പം നല്ല റോഡിൽ വണ്ടി പോകുന്നുണ്ട്, പക്ഷേ റോഡ് അവർ പൊളിക്കുകയാണ്. മൊത്തം പൊളിച്ചിട്ട് അതെല്ലാം വീണ്ടും അതെല്ലാം പൊടിച്ച് റീകോൺക്രീറ്റ് ചെയ്യാൻ. എന്താ കാര്യം? അവർക്ക് ഗ്യാരണ്ടി ഉണ്ട്, അടുത്ത ഒരു 50 കൊല്ലത്തേക്ക് തലമുറകളെ കോടിക്കണക്കിന് വാഹനം ഓടേണ്ടതാണ്. അതനുസരിച്ച് ഈ റോഡ് അതിന് പറ്റത്തില്ല, അതുകൊണ്ട് അവർ പൊളിക്കുകയാണ്. ദൈവം ചെയ്യേണ്ടത് ഏതാണ്ട് ഇതേ പരിപാടിയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ആദ്യം പൊളിക്കും. കോൺഫിഡൻസിൻ്റെ ഓരോ ഏജൻറ്റ് നോക്കിയാൽ മതി. പണി വരാൻ പോണത് എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മുടെ ആരോഗ്യമായിരിക്കും. പരമാവധി പണി ആദ്യം കിട്ടാൻ സാധ്യതയുള്ളത് ബോഡിയിലാണ്. ബോഡി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനാപരമാക്കുകയാണ്. പിന്നെ കിട്ടാൻ പിന്നെ ബോംബ് വീഴാൻ സാധ്യതയുള്ളത് കോമ്പറ്റീഷനിലാണ് വരണത്. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ റാങ്കാകാം. സ്കൂളിൽ റാങ്കായി കഴിയുമ്പോൾ ടീച്ചർമാർ പറയും നിങ്ങൾ സ്കൂളിൻ്റെ അഭിമാനമാണോ ആന കൂന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മാലയൊക്കെ ഇതിട്ട് ബൊക്കൊക്കെ തന്ന് വിടും. കോളേജ് ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാ വിഷയത്തിലും പൊട്ടിപ്പോകും. എന്താ കാര്യം? സ്കൂളിൽ നിങ്ങൾ കിങ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ. ഈ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് കോളേജിൽ നിങ്ങൾ പഠിക്കാതിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യും. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ ഞാൻ പഠിച്ചില്ലേലും ജയിക്കും, പഠിക്കണ പിള്ളേർക്ക് വീട്ടിൽ ഇരുന്നാലും മതി, കോളേജിൽ പോകേണ്ട കാര്യമില്ല, അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് നടക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ കോൺഫിഡൻസാണ് ആധ്യാത്മികമായ ഉഴപ്പുണ്ടാക്കുന്നത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിന്ന് ആധ്യാത്മികമായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ആദ്യം ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസിലാണ്. കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലർക്ക് തറവാടിത്തമാണ്. എന്താണ് അതായത് ഇപ്പോൾ
ഒരു ജോലിയുണ്ട്, ജോലി വന്നിട്ടുണ്ട്. അത് ഇതിലാണ് വന്നിരിക്കുന്നത്, ട്രാൻസ്പോർട്ട് ബസ് കണ്ടക്ടറാകാനുള്ള ജോലിയാണ്. അപ്പോൾ ഇവരെ പെറ്റ് വീണ കാര്യത്തിൽ തന്നെ IAS എടുപ്പിച്ചിട്ടാണ് മാതാപിതാക്കന്മാർ വളർത്തുന്നത്. എൻ്റെ മകൾ വളർന്ന് കളക്ടറാകുമെന്നും പറഞ്ഞല്ലേ, പേരിടുമ്പോൾ തന്നെ അവൾ കളക്ടറാകും. ഈ കുഞ്ഞ് ഞാൻ കളക്ടറാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് അവസാനം ഒരു വണ്ടിക്കും കയറി പോകത്തില്ല. വന്ന വണ്ടി പോകും, ഞാൻ കളക്ടറിൻ്റെ വണ്ടി വരാതിരിക്കണം, കളക്ടറിൻ്റെ വണ്ടി വരാതിരിക്കും. അവസാനം തെണ്ടിപ്പെറുക്കി പട്ടിണിയായി കയറി നാറി കഴിയുമ്പോഴാണ് വല്ല വണ്ടിയും കയറി പോയാൽ മതി, അപ്പോൾ കാലം കഴിഞ്ഞു പോകും. ഇങ്ങനെ എന്തോ അടിച്ചേൽപ്പിച്ച വിശ്വാസങ്ങളുണ്ട് ആൾക്കാർക്ക്. ആരോ അടിച്ചേൽപ്പിച്ച വിശ്വാസം. നീ കളക്ടർ വരെ കുന്തമില്ല, നിൻ്റെ കഴിവനുസരിച്ച് നീ അധ്വാനിക്കുക, ബാക്കി ദൈവം ക്രമീകരിക്കും. മനസ്സിലായ? എനിക്ക് ആഗ്രഹത്തിൻ്റെ അടിമയാകരുത്, ആഗ്രഹത്തിൻ്റെ യജമാനനാകണം. മനസ്സിലായില്ലേ? ആഗ്രഹത്തിൻ്റെ അടിമയായിട്ട് നീ ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഈ 12 പ്രാവശ്യമൊക്കെ OIT എഴുതുമ്പോൾ പറഞ്ഞു എൻ്റെ മകളെ 12 പ്രാവശ്യമായി. ആരോ പറഞ്ഞ് നിൻ്റെ തലയെ കയറ്റിയതാണ്, നീയും കെട്ടിയവരും കൂടി കാനഡയിൽ താമസിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ സ്വപ്നം കൊണ്ട് നടക്കുകയാണ്. ശരിക്കും ഞാനിതിനൊന്നും എതിർക്കണില്ല. പക്ഷേ യാഥാർത്ഥ്യ ബോധം എന്ന് പറയണത് ഇറ്റ് ഈസ് നോട്ട് കോമൺ. അതൊരു കോമൺ സെൻസാണ് വേണ്ടത്. കോമൺ സെൻസ് എന്ന് കോമൺ അല്ലെന്നല്ലേ പറയണത്. യാഥാർത്ഥ്യബോധം, ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യബോധം കുറവുള്ളത് പെൺപിള്ളേർക്കാണ്. ഞാൻ ഇത്രയും നാൾ വന്നിട്ടുള്ള യാത്രയിൽ എനിക്ക് മനസ്സിലാക്കി ഏറ്റവും കുറവ് യാഥാർത്ഥ്യബോധമുള്ളത് പെൺപിള്ളേർക്കാണ്. അവർ ഒന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല, അവർക്ക് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രഡേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങളെ ഒരു സാമാന്യ ബുദ്ധി ഈ വിഷയത്തിൽ കാണിക്കണം. കലിബർ, കടന്നു വന്നിട്ടുള്ള മാർഗങ്ങൾ, അല്ലാതെ ഓരോരുത്തരും പോയി അവരെപ്പോലെ ആകാൻ വേണ്ടി തവള ആനയെപ്പോലെ വീർപ്പിക്കാൻ നിൽക്കരുത്. കാര്യം തവള വീർത്താലും ആന വീർത്താലും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ചത്ത് പിരിഞ്ഞ് മണ്ണോടായി തീരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉറപ്പ് വരുത്തേണ്ട ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താണ്? ദൈവം. നിന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നീ ഉറപ്പ് വരുത്തേണ്ടത്. ഇപ്പം നീ എന്താ ചെയ്യണമെന്നറിയാമോ? നീ ആദ്യം ഉറപ്പ് വരുത്തണത് നിൻ്റെ ലക്ഷ്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് ദൈവത്തെ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായോ? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് എന്തിനാണ്? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് നിൻ്റെ ലക്ഷ്യങ്ങളല്ല. ആർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതിൻ്റെ അടിമയായിട്ട് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിൻ്റെ യജമാനനായിരിക്കണം. ആ യജമാനാകുമ്പോൾ എങ്ങനെയാകണത്? ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് ഞാൻ പോകും. കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കണം. കർത്താവേ, എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണം, നീ എനിക്ക് തന്നൊരു മാന്യതയിൽ ഇവിടെ ജീവിക്കണം. മാന്യമായ ജീവിതം അത് നമുക്ക് ദൈവത്തോട് ന്യായമായിട്ട് ചോദിക്കാവുന്ന കാര്യമാണ്. എന്താണ് മാന്യമായ ജീവിതം? മാന്യത എന്ന് പറഞ്ഞ സമയത്ത് ബൈബിൾ ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കുന്ന വാക്കാണ്. അവയവങ്ങൾക്ക് പോലും മാന്യത എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, മാന്യമായ ജീവിതം, എനിക്കൊരു മാന്യമായ ജീവിതം തരണം. അല്ലാതെ നീ എന്ത് ചെയ്യണം? ദൈവത്തിനൊരു ഒരു സംഭവം ഇട്ടിട്ട് വരച്ച് അമ്മട്ടിക്ക് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി നിനക്ക് ന്യായമായി ചോദിക്കാവുന്ന എന്താണ്? മാന്യമായ ജീവിതം. അത് ചോദിക്കാം. അത് കറക്റ്റായിട്ട് കിട്ടിയിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അതിന് പ്രൊവിഷനുണ്ട്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവണ്ണം മാന്യതയുള്ളത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് മാന്യമായ ജീവിതം നമുക്ക് അവകാശമായിരിക്കുന്നത്. അത് നമ്മുടെ അവകാശമാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു കുഴിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ്? കുഴിയാന സാധനമില്ലേ, കണ്ടിട്ടുണ്ടോ? അപ്പം അത് പോകുമ്പോൾ അതിനെ ഉറുമ്പിട്ട് കൊടുക്കുമ്പോൾ അതുടനെ അതിനെ അടിച്ച് മണ്ണ് തെറിപ്പിച്ചിട്ട് അതിന് കുഴിയിലാണ് താമസിക്കണത്, അല്ലേ? കുഞ്ഞു കുഴിയിലാണ് താമസിക്കുന്നത്. പക്ഷേ ആന താമസിക്കുന്നത് എവിടെയാണ്? കൊട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ കുഴിയും കൊട്ടിലും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ ആനക്കൊരു മാന്യതയുണ്ട്. അതുകൊണ്ടാണ് കൊട്ടിൽ വരണത്. കുഴിയാനക്കയുടെ മാന്യതേനെ കുഴിയിൽ താമസിക്കണം. ഇതുപോലെ തന്നെയാണ് വല്ല പാമ്പ്, അതുപോലെ തന്നെ ഉള്ള ജീവികളൊക്കെ ചിലതൊക്കെ അളയെ താമസിക്കും. ഇപ്പം മനുഷ്യൻ താമസിക്കുന്ന ആടാണെങ്കിൽ അളയിലല്ല ആലയിലാണ് താമസിക്കുന്നത്. അല്ല, വ്യത്യാസം കണ്ട? ആടിന് ആല, അതുപോലെ തന്നെ ആനയ്ക്ക് കൊട്ടിൽ, രാജാവാണെങ്കിൽ കൊട്ടാരത്തിൽ താമസിക്കും. മാന്യത മാറി.
ഇതുപോലെ മനുഷ്യൻ എന്തുകൊണ്ടാണ് വീട്ടിൽ താമസിക്കുന്നത്? മനുഷ്യൻ്റെ വീടാണ്, ഭവനം. ഒത്തിരിയേറെ ആന്തരികമായ അർത്ഥങ്ങളുള്ളതാണ് ഭവനം. അവിടെ എന്തുകൊണ്ടാണ് താമസിക്കുക വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്. അതാണ് മാന്യത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ദൈവം നമ്മുടെ മാന്യത ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ അവകാശങ്ങളും ഫിക്സ് ചെയ്യുകയാണ്. ദൈവം നമ്മുടെ എല്ലാ അവകാശങ്ങളും, ഈ ജീവിതത്തിനും വരാൻ പോണ ജീവിതത്തിനും വേണ്ടിയുള്ള എല്ലാ റൈറ്റുകളും കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചെന്ന് പറയുമ്പോഴേ ദൈവം മനുഷ്യനെ അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാന്യത മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവൻ ആർജിക്കാൻ ദൈവം അവനെ സഹായിക്കും. അതുപോലെ മാന്യത സുരക്ഷയാണ്. ആദ്യമേ തന്നെ ഒരു ജനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ മാന്യതയുടെ സുരക്ഷയാണ്. നമുക്ക് ഭക്ഷണം, പട്ടിണി കിടന്നാൽ സർക്കാരിനെതിരെ കേസ് കൊടുക്കാം നമുക്ക്. അതാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഇപ്പം നമ്മൾ ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ നമ്മളൊരു മറ്റു തരത്തിലുള്ള കുറേ പോളിസീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദൈവം ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് ഒറ്റ പോളിസിയിലാക്കി. എന്താണ്? മനുഷ്യൻ അവനെ തൻ്റെ സൃഷ്ടിച്ചു. അപ്പോൾ മാന്യമായി ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ദൈവത്തിൻ്റെ പൈതൽ. അപ്പോൾ ദൈവ പൈതലാണ് ഞാനെന്നുള്ളതാണ് ഏറ്റവും വലിയ ബോധമുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഒരു വിശ്വാസം നമുക്ക് തരുന്ന ഒരു ബോധമുണ്ട്. ആത്മീയ ബോധം എന്നുള്ളത് ദൈവ പൈതലാണെന്നാണ്. അപ്പോൾ ദൈവ പൈതലാകുമ്പോൾ ദൈവ പൈതലല്ലാതെ പോകുന്ന ഇപ്പോൾ രാധമ്മയുടെ സാക്ഷ്യം എന്താണ്? രാധമ്മയുടെ സാക്ഷ്യം, രാധമ്മയുടെ ഒന്നാമത്തെ അനുഭവം എന്താണ്? അവരുടെ മകൻ ഭയങ്കര പണ്ടാര വെള്ളവടിയാണ്. എന്നിട്ട് വീട്ടിൽ കാശും കൊടുക്കത്തില്ല, കുടുംബം നോക്കത്തില്ല. രാധമ്മ തന്നെ വീട്ടുവരക്ക് പോയിട്ടാണ് മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പോറ്റേണ്ടത്. വാട്ട് എ പത്തറ്റിക് കണ്ടീഷൻ. കണ്ടില്ലേ? ദിസ് ഇസ് ലൈഫ്. ഇവരെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ക്രിമിനലേറിനെ നീ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പുതിയ കാലത്ത്. അതേസമയം തന്നെ ഇതിൻ്റെയൊക്കെ എല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സിസ്റ്റത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം സങ്കടക്കാർ വരുമ്പോഴേ, ഇപ്പം ഞാൻ ചിലർ പറയും 65 വയസ്സെന്ന് പറയും നിങ്ങൾ ഞങ്ങളെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കത്തില്ല. ചില 65 വയസ്സുകാർ എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയും, അച്ഛന്മാരടുത്ത് പറയും, എന്താ ഞങ്ങളെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്തത്, ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. എന്നോട് വന്ന് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ ചേച്ചമ്മേ നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾക്ക് 67 വയസ്സുണ്ട്, നിങ്ങൾ നേരെ വന്ന് വെടിപ്പായിട്ട് മാതാവിൻ്റെ കണ്ണിട്ട് നോക്കിയിട്ട് കറഞ്ഞിട്ട് കാര്യം വന്നിട്ട് പോകും. നിങ്ങളെ ഇത്രയും ഉടമ്പടി പോലെ ആപതും ആരോഗ്യമൊക്കെ ഉള്ളവരാണ് ഉടമ്പടി എടുക്കുന്നത്. അത് എടുത്തിട്ട് ഉഴപ്പി പിന്നെയും വന്ന് പണി മേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ളത് അമ്മ വിളമ്പി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അത് നോക്കുകയിലേ ഉള്ള മാതാവിൻ്റെ മുഖത്തിട്ട്. വിശ്വാസത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ റെസ്പോണ്ടൻ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഉടമ്പടി എടുക്കാൻ കഴിവുള്ളവൻ മാതാവിനെ നോക്കി പഠിപ്പിച്ചാൽ മാതാവ് ചിലപ്പോൾ ഇവിടുന്ന് ഒറ്റ നടക്ക് പോയില്ലെന്ന് വരും. കഴിയാതെ കാപട്യമാണ്, കഴിയാതെ മീൻ പിടിക്കാനാണ്. നമുക്ക് മലയാളിക്ക് പണ്ട് മുതലേ രക്തത്തിലുള്ള കുറേ സാധനമുണ്ട്. എന്താണ്? കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതിനെ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് ആദ്യം എന്തൊക്കെ മലയാളികളുടെ പഴഞ്ചൊല്ല് നോക്കിയാൽ മതി. 2000 കൊല്ലമായിട്ട് ഈ വസ്തു എങ്ങനെ ജീവിച്ചെന്ന് മനസ്സിലാകും. എംബ്രാൻ്റെ വെട്ടത്ത് വാര്യയുടെ അത്താഴം. വാര്യയുടെ കളറാണെന്ന് മനസ്സിലായില്ലേ? വാര്യർ ഒരിക്കലും എണ്ണ കൊണ്ട് കാശ് മുടക്കി വിളക്ക് കത്തിക്കത്തില്ല. എംബ്രാൻ്റെ പടിപ്പുരയിൽ രാജാവ് അല്ലെങ്കിൽ നാട്ടുപ്രമാണി അല്ലെങ്കിൽ കരപ്രമാണി അല്ലെങ്കിൽ ഊരാളിയുടെ പടിപ്പുരയ്ക്ക് വിളക്ക് വെക്കാൻ രാജാവ് അനുവാദം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പടിപ്പുര വിളക്ക് വെക്കാൻ പറ്റത്തില്ല. തിരുവിതാംകൂറിലും കൊച്ചിയിലും പടിപ്പുര വിളക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഭണ്ഡാരത്തിൽ കൊണ്ട് പണം അടക്കണം. ഭണ്ഡാരത്തിൽ പണം അടക്കാൻ കഴിവില്ലാത്തവന് വിളക്ക് വെക്കാൻ അനുവദിക്കത്തില്ല. വാര്യർ ഭണ്ഡാരത്തിൽ പണം അടക്കാൻ വാര്യന് കാശില്ല. അപ്പോൾ ഊരാളെങ്കിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ വിളക്ക് പടിപ്പുര വെക്കുമ്പോൾ വീട്ടിൽ അത്താഴം എടുത്തുകൊണ്ട് വാര്യർ ഊരാളെങ്കിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് അവരുടെ വെട്ടത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും. അത് വാര്യർ പോകും. അതാണ് എംബ്രാൻ്റെ വെട്ടത്ത് വാര്യയുടെ അത്താഴം. ചിലർ പറയും കൈ നനയാതെ മീൻ പിടിക്കുക. അതാണ് സംഭവം. എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ആ മീൻ പിടി, ഈ മീൻ പിടി കിടക്കുന്നതിനെ നിൽക്കും, മറ്റവർക്ക് അടുത്തപ്പം വെള്ളത്തിൽ കിടക്കും. അതാണ് കൈ നനയാതെ മീൻ പിടിക്കുക.
പിന്നെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ മലയാളിയുടെ ബേസിക് മെറ്റീരിയൽ നേച്ചറിലുള്ളതാണ്. ഇതിന് ആധ്യാത്മികതയിൽ ബൈബിള് ഇതിന് നല്ലവണ്ണം ചികിത്സിക്കും ഈ രോഗത്തിനെ. അതേപോലെ ദ്രവീഡീയമായ ഒരു ദ്രാവിഡരുടെ ഇടയിൽ കാണുന്ന ഒരു രോഗമാണത്. കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, പപ്പായെ കൊണ്ട് ഉടമ്പടിപ്പിക്കുക, അതാണ് സാധനം. പപ്പായെ കൊണ്ട് ഉടമ്പടിപ്പിക്കുക. ഇപ്പം ഈ മജിസ്ട്രേറ്റ് അങ്ങനെ ഒരാളാണ്. മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യം നൽകുമ്പോൾ ആദ്യം ഇവർ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഉടമ്പടി എടുക്കത്തില്ല. ആരാ ഉടമ്പടി എടുക്കണത്? അമ്മയെ കൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇവിടെ അത് ഏക്കത്തില്ല, ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം മലയാളിയുടെ 2000 കൊല്ലത്തെ മനസ്സുമൊക്കെ അമ്മയ്ക്ക് അറിയാവുന്ന കാരണം അമ്മ പറയും ഓടരുതമ്മാവ ആളറിയുന്ന സംഭവം. അതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പക്ഷെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഇത്തിരി വില നിലയുള്ള ആളാണ്. കാര്യം അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആളാണ്. അപ്പോൾ മജിസ്ട്രേറ്റിന് പരീക്ഷയ്ക്ക് പോകുന്നിടത്ത് ടാനിയ പറയും, അമ്മേ ഞാൻ പരീക്ഷയ്ക്ക് പോകണില്ല, കാര്യം എനിക്ക് നല്ല മൈഗ്രെയിനാണ്, തല പൊട്ടാണ്, തല പൊടിയാണ്, എൻ്റെ ബോധം പോകണമെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, നീ പരീക്ഷയ്ക്ക് പോകും മകളെ, എന്താ കാര്യം? ഞാൻ കൃപാസനത്തിൻ്റെ ഒരു കാശിരൂപം നിനക്ക് തരാം, നീ നെറ്റിക്കൊട്ടിച്ച് വെക്ക്, 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. മാതാവ് നിൻ്റെ തലവേദന എടുത്ത് മാറ്റും, നീ പരീക്ഷയ്ക്ക് പോകുന്നു. അപ്പോൾ ഇവൾ കിടക്കുകയാണ്, ഇങ്ങനെ ഉരുണ്ട് വട്ടത്തിൽ കിടക്കുകയാണ്, തലപെരുത്ത് വേദനയായിട്ട് കിടക്കുകയാണ്. ഒന്നും ഓർക്കണില്ല, കണ്ണ് കാണാൻ പാടില്ല. തലവേദന എടുത്തിട്ടേ കണ്ണ് കാണാൻ പാടില്ല, ഒന്നും അക്ഷരം നോക്കിയിട്ട് തെളിഞ്ഞ് വരണില്ല, എല്ലാം ഇങ്ങനെ ബ്ലറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൾ എന്ത് അഡ്വക്കേറ്റ് ആയാലും അമ്മമാർക്ക് ഒരു കഴിവില്ലേ, എത്ര വലിയ ആൾക്കാരായാലും അമ്മ എപ്പോഴും അമ്മമാർ, ഞാൻ പറഞ്ഞ ഒന്നെങ്കിലും നിങ്ങളെ പ്രസവിക്കാൻ പോകരുത്, അതൊരു ദൈവികമായ ഏർപ്പാടാണ്. പ്രസവിക്കാൻ പോയാൽ നിങ്ങൾ ഉടനെ അമ്മയാകും. അമ്മയായാൽ നെക്സ്റ്റ് ഗോഡാണ്, ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അമ്മ എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അപ്പം ഒപ്പിടും. എന്താ കാര്യം? അവർക്ക് കൊച്ചിനെ കൊടുത്തപ്പോൾ തന്നെ കൊച്ചിനെ ജീവിപ്പിക്കാനുള്ള അധികാരവും അവകാശവും അവർക്ക് ദൈവം എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ അമ്മയായിട്ട് ജീവിക്കണം. അല്ല വയറ്റിട്ട് അതിനെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം, നീ അമ്മയല്ല, കൊലപാതകയാണ്, 2 കുഞ്ഞുങ്ങളെ കൊന്ന ആളാണ്, ഈ അഭ്യാസം കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്, പഴയകാലം ഓർക്കണം. അതിനാണ് ഉടമ്പടിയിൽ അനുതാപം വെച്ചിരിക്കുന്നത്. അബദ്ധവശാൽ ദൈവത്തെ അറിയാത്ത കാലങ്ങളിലുള്ള കാര്യങ്ങളെ ദൈവം റൈറ്റ് ഓഫ് ചെയ്യാനൊരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ബൈബിളിലേക്ക് ഒള്ളുകെട്ട ഇത്. അജ്ഞതയുടെ കാലഘട്ടത്തെ 17:30 എടുത്ത് നടപടി പുസ്തകം 17:30. ശ്രുതികട ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ഒന്ന് പറഞ്ഞ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇതൊരു അപേക്ഷ അഭ്യർത്ഥനയുമല്ല, ഇതാ പിന്നെ എന്താണ്? ഇതൊരു കൽപ്പനയാണ്. യു ഷുഡ് ആക്ട് അക്കോർഡിംഗ് ടു ബൈ നോ മീൻസ്. എന്തിനാ കൽപ്പന കൊടുക്കണതിൻ്റെ കാരണം എന്താണ്? എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കൽപ്പനകളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ശാസനയല്ല ഉള്ളത്, മറിച്ച് കരുണയാണുള്ളത്. എന്താ കാര്യം? എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും, ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്, എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അപ്പോൾ ഇത് അതായത് ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും രക്ഷപ്പെടാനും സത്യമാർഗം സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ കൽപ്പന ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൽപ്പനയുടെ അകത്തെല്ലാം രക്ഷയെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ല നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നു, അല്ല വ്യഭിചാരം ചെയ്യുന്നില്ല,
അല്ലെ കള്ളസാക്ഷ്യം പറയുന്നില്ല, അല്ലെ കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നു, അതിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ല. അതിനകത്തുള്ള ദൈവിക ലക്ഷ്യം എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതാണ് വിഷയം. എല്ലാവരും. അപ്പോൾ കൽപ്പന ആർക്ക് വേണ്ടിയുള്ളതാണ്? ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതാണ് വിഷയം. അതാ 1 തീമോത്തി 2:4 പറയണത്, എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും. കർത്താവിൻ്റെ വചനങ്ങളിലെ വിശ്വസിച്ച് ജീവിച്ച് കഴിയുമ്പോൾ എന്താണ് നിത്യതയിലേക്കുള്ള മാർഗം ഉറപ്പുവരുത്തും. ഇപ്പോൾ എല്ലാവരും ഉടമ്പിക്കാരെ എല്ലാവരും എന്താണ് സംസാരിക്കണത്? നിത്യതയെക്കുറിച്ചാണ് സംസാരിക്കണത്. അല്ലാതെ അവർ ILTS എന്നൊക്കെ പറയും, പറമ്പ് വിറ്റെന്ന് പറയും, ജപ്തി നടപടി ഒഴിവായെന്ന് പറയും, ജോലി കിട്ടിയെന്ന് പറയും. ഇപ്പം മിഥുൻ്റെ കാര്യം തന്നെ, ഒരു മിഥുൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസം. മിഥുൻ്റെ സാക്ഷ്യം, മിഥുൻ്റെ ഒരു വിഷയം, നിങ്ങളെപ്പോലെ തന്നെ മിഥു ഇവിടെ വന്ന് മിഥു അപ്പൻ ഉടമ്പടി എടുത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക, എബ്രാൻ്റെ വെട്ടത്ത് വാരത്താഴ്, അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിച്ചിട്ട് അവൻ കാറിലിരുന്നെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ കുറച്ച് ബോറടിച്ച് വിളിക്കുക. ഇവിടുത്തെ ഈ മൊത്തക്കൊടയും അതുപോലെ തന്നെ പ്രദക്ഷിണവും ഇവിടുത്തെ പ്രാർത്ഥനയും സാക്ഷിയൊക്കെ കേട്ടിട്ട് പുള്ളി ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം. ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെയാണ്, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്, നമുക്ക് പറ്റത്തില്ല, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന്. അപ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് പോയി കാറിലിരുന്നിട്ട് അവൻ സിനിമ കണ്ട്. പോരെ, ഉടമ്പടി കാണാൻ അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിക്കാൻ വന്നവൻ സിനിമ കണ്ട്. എന്താ കാര്യം? അവന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, അപ്പന് ഇവരെ തീറ്റി കൊടുക്കുന്നത് അവനാണെന്ന്. അവൻ്റെ പ്രശ്നം തന്നെ. മിഥുൻ്റെ പ്രശ്നം എന്താണ്? മിഥു എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് ഇതെല്ലാം നോക്കിയിരുന്നിട്ട് നേരെ കാറിൽ പോയിരുന്ന് TV കണ്ട എന്താണ്? അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം ഭക്ഷണം കൊടുക്കുന്ന ആരാണ്? തൻ്റെ ജോലി കൊണ്ടാണ്. അതാണ് പ്രശ്നം. താനാണ് അവിടെ ദൈവം. പിന്നെ മറ്റൊരു ദൈവം, ഈ മറ്റൊരു ദൈവത്തിൻ്റെ സാധ്യത കൽപ്പനയിലുള്ളതാണ്. മറ്റൊരു ദൈവം മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും. എപ്പോഴും മനുഷ്യന് ഒരു പ്രവണത ഉണ്ട്, മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള പ്രവണത. ഞാൻ ബുദ്ധിസം പഠിക്കുന്ന ആളാണ്. ബുദ്ധിസം പഠിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി ഒരു സാറുമായിട്ട് ബുദ്ധിസത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ് ബുദ്ധനും അവസാനം എത്തിയത് താൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ല. ബുദ്ധനിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ്, റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ മരിക്കാൻ നേരത്ത് പറഞ്ഞു, എൻ്റെ ദഹിപ്പിച്ച പൊടിയെടുത്ത് നിങ്ങളെ ഒരു തൂണുണ്ടാക്കി വെക്കണം. ആ സ്തൂപം കാണുമ്പോൾ നിർവ്വാണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാവരും ആനന്ദമുണ്ടാകും. അതാണ് അല്ലയോ ആനന്ദം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അപ്പം മനുഷ്യനെ അന്വേഷിച്ച് അവസാനം എത്തണ എവിടെയാണ്? അവനാണ് ദൈവം എന്നാണ്. അതാണ് അഹംബ്രഹ്മാസി, ഞാനാണ് ദൈവം. പോരെ, മനുഷ്യന് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള ഒരു മാനുഷിക പ്രവണത എന്നും ഉണ്ടാകും. ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ കൽപ്പന ഇറക്കിയിരിക്കുന്നത്. കാര്യം എന്താണ്? നീ തന്നെ ദൈവമാണെങ്കിൽ പിന്നെ യാത്ര അവസാനിപ്പിക്കാവില്ല, നിത്യത അവസാനിപ്പിക്കാവില്ല. നിത്യതയെ മൂടിക്കെട്ടിക്കൊണ്ട് നിന്നെ തന്നെ ദൈവമാക്കി ആത്മീയ അന്വേഷണത്തെ നിന്നിലേക്ക് തിരിച്ചുവിടും. വഴി യു ടേൺ അടുപ്പിക്കും. ബൈബിൾ യു ടേൺ അടുപ്പിക്കത്തില്ല. ബൈബിൾ പറയും നേരെ നീണ്ടു കിടക്കുകയാണ് വഴി, ദൈവത്തിലേക്ക് നടക്കാൻ പറയും. പുറപ്പാട് 23 ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 23 ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മിഥുനിലെ ഒരു മറ്റൊരു ദൈവം രൂപപ്പെട്ട് വരികയാണ്. അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അവൻ്റെ ശമ്പളം ഇവനെ മറ്റൊരു ദൈവമായിട്ട് മാറ്റും. ദിസ് ഈസ് അവർ കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എപ്പോഴും ഒരു മിലിറ്ററി പൊസിഷനായിരിക്കും, ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലം. മിലിറ്ററി ടാർഗറ്റ് സ്ഥലമാണത്. അത് ഞാൻ ആദ്യം ടാർഗറ്റിനെ കുറിച്ച് പറഞ്ഞത്. നമ്മുടെ കോൺഫിഡൻസ് എവിടെയോ അവിടെയായിരിക്കും ബോംബ് വീഴാൻ സാധ്യത. ക്രിസ്തു എന്താ പറഞ്ഞത്? നിൻ്റെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ നിക്ഷേപം. ഇതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ വ്യാഖ്യാനമാണ് നിൻ്റെ ആത്മവിശ്വാസം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ആത്മനാശം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, മഹത്വം, മഹത്വം.
തളരല്ലേ, നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. ആരാധന ചെയ്യാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എനിക്ക് ഈ ദൈവത്തിന് ആവശ്യമില്ല. വീട്ടിൽ അപ്പന് വരെ ചെലവ് കൊടുക്കുന്ന ദൈവം ഞാനാണ്. മനസ്സിലായത്? അതാണ് വിഷയം. അപ്പോൾ ഈ വേറെ ദൈവത്തെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്താ? ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ജഡിക മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക ജൈവ പ്രവണതയാണ്. ഈ ആത്മവിശ്വാസം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാം. വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണത് തന്നെയല്ല, അത് ചില സമയത്ത് നീ തന്നെയായിരിക്കും ആ ദൈവം, അല്ലെങ്കിൽ നിൻ്റെ പ്രൊഫസറായിരിക്കും നിൻ്റെ ദൈവം. കാര്യം ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും ആരാധന വാസന ഉള്ളതാണ്. ആരാധന വാസന, ഈ ആരാധന വാസന ദൈവം മനുഷ്യരിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ആരാധന വാസന ഒരു ജന്മവാസനയാണ്. വാസനയല്ലേ, അത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ? ആരാധന വാസനയാണ്, ഇൻസ്റ്റിങ്ക്റ്റാണ്. ഇപ്പം ഇപ്പോൾ ഇവിടെ ഒരു പുഴയാണ്. നമ്മൾ ഒരു കിലോമീറ്റർ അകലെ ഒരു പുഴയുമില്ല, അവിടെയെങ്കിലും വെള്ളവുമില്ല. ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് തിരിച്ച് വെച്ച് നോക്കിയേ, അത് അപ്പം തന്നെ പടിഞ്ഞോട്ട് തിരിഞ്ഞിട്ട് ഈ പുഴയിലേക്ക് നടക്കും. അതാണ് വാസന എന്ന് പറയണത്. ഇപ്പം ഇവിടെ ഒരു പുഴ കിടക്കുകയാണ്. കിഴക്ക് വശത്ത് നമ്മുടെ ആനയെ ഒരു കിലോമീറ്റർ അകലെ ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് നോക്കിച്ച് വെക്കും. അത് അപ്പോൾ എന്ത് ചെയ്യും? ആമ ഓട്ടോമാറ്റിക്കായിട്ട് പടിഞ്ഞോട്ട് തിരിയും. വെള്ളമുള്ള സ്ഥലത്തേക്ക് തിരിയാനുള്ള ഒരു വാസനയുണ്ട്. അപ്പോൾ ആരാധിക്കാനുള്ള വാസന വെള്ളമുള്ളിലേക്ക് തിരിയാനും ദൈവമുള്ളിടത്തേക്ക് തിരിയാനുള്ള ഒരു ദൈവവാസനയാണത്. പക്ഷേ ഈ ദൈവവാസന ഡൈവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ദൈവങ്ങൾ ഉത്ഭവിപ്പിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നിൻ്റെ കെമിസ്ട്രി പ്രൊഫസറൊക്കെ നിൻ്റെ ദൈവം. എന്താ കാര്യം? നീ ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റിയും അവനിലുണ്ട്. നിൻ്റെ ആരാധന വാസനയുടെ വില്ലൻ നിൻ്റെ വീട്ടിലായിരിക്കും. എന്താ കാര്യം? ദൈവമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കണതിൻ്റെ അപ്പൻ എന്തെങ്കിലും വിഷയം കഴിയുമ്പോൾ പൂക്കൽ പോലെ വിറക്കണ കാണാം. അയാൾ നിനക്ക് ഹീറോ അല്ല. അതുകൊണ്ട് നിൻ്റെ മനസ്സ്, അരക്ഷിതമായ നിൻ്റെ മനസ്സ് ഒരു പ്രശ്നങ്ങളുടെ മുമ്പിൽ വിറക്കാത്ത ഒരു മനുഷ്യനെ തേടി നടക്കും, ഒരു സന്നിധാനത്തെ തേടി നടക്കും. അങ്ങനെ വരുമ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ഒരു പ്രൊഫസറിനെ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു പാർട്ടി സഖാവിനെ കണ്ടുപിടിക്കും. നീ അയാളെ ആരാധിക്കാൻ തുടങ്ങും. സത്യദൈവത്തെ നഷ്ടപ്പെടുന്ന അവിശ്വാസത്തിൻ്റെ വഴികളെക്കുറിച്ച് ഉടമ്പടിയിലുള്ളവർ ബോധവാന്മാരായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി എന്തുകൊണ്ട് ചില ആൾക്കാർക്ക് വൈകുന്നു എന്ന് വെച്ചാൽ, ആ ഉടമ്പടി അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ യോഗ്യമായിട്ടില്ല. ദാറ്റ്സ് എ പോയിന്റ്. മനസ്സിലായില്ലേ? ഉടമ്പടി, എൻ്റെ പോയിന്റ് എന്താണ്? ചിലർക്ക് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇതുവരെക്കും റേഞ്ച് ഒക്കാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, റേഞ്ച് ഒക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തല്ല നിൽക്കണത്. ദൈവം നിങ്ങളെ പതുക്കെ പതുക്കെ അമ്മയിലൂടെ അപ്പനിലൂടെയൊക്കെ കൊണ്ടുവന്ന ജീവിത അനുഭവങ്ങളിലൂടെ, രണ്ടും ആയാണ് അപ്പ അമ്മ അനുഭവങ്ങൾ. ഈ മൂന്ന് ആൾക്കാരും ദൈവത്തിൻ്റെ കൈകളാണ്. നിങ്ങൾ തള്ളി കൊണ്ടുവന്ന് റേഞ്ചുള്ള സ്ഥലത്ത് നിർത്തും. മിഥുൻ്റെ പണി പോയി. അതാണ് വിഷയം. മിഥുന് ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന മിഥുൻ പോയി വണ്ടിയായിരുന്നു, കാറിലിരുന്ന് കണ്ട സിനിമ കണ്ട കാര്യം എന്താ? അപ്പന് വരെ അവന് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, നാട്ടിൽ തന്നെ 1,00,000 രൂപ അടുത്ത് ശമ്പളം ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ പണം കൊടുക്കണ ആർക്കാണ്? ഇവർ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമെന്ന് അപ്പം മുട്ടയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനവിടെ കിടക്കുക, വീഡിയോ കാണുക വല്ലതായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം അന്നു വേണ്ട ആഹാരം കൊടുക്കുന്ന ദൈവം അവനാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്ന് ഉറങ്ങിയതുകൊണ്ട് നേരം വിളിക്കത്തില്ല. ഇപ്പോഴീ കാലാവസ്ഥ ഇപ്പോൾ സേഫാണ് വിചാരിച്ചുകൊണ്ട് നാളെ അത് സേഫാണെന്ന് നിർബന്ധമില്ല. ദൈവത്തെ കൂടാതെ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ
കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ദൈവത്തെ കൂട്ടിച്ചേർക്കേണ്ട ഒരു സമയം എപ്പോഴായാലും നമുക്ക് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എന്നെ കൂടാതെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. എന്നെ കൂടാതെ, പറഞ്ഞ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇതേ പ്രശ്നം വെച്ചാൽ ഏതെങ്കിലും ഒരു നിമിഷം വരും നമ്മുടെ ജീവിതത്തിൽ, ഒരു ബ്ലാങ്ക് പീരീഡ് വരും. അപ്പോഴെന്ത് വേണം? ദൈവത്തിന് നമുക്ക് ആവശ്യമുണ്ടാകും. അതാണ് വിഷയം. ദൈവത്തിന് ഒരു വസ്തുവാണെങ്കിൽ ദൈവത്തിന് ആവശ്യം, ആ വസ്തു നമുക്കൊരു അരിവാള് നമ്മളെവിടെ വെക്കണത്? എവിടെയെങ്കിലും അലമാരിയോ അടുക്കളുടെ അലമാരിയുടെ അടിക്കൊണ്ട് അരിവാൾ വെച്ച് വെക്കും. എന്നാൽ ഇപ്പോൾ അത് ആവശ്യമില്ല, ഇല്ലേ? ഒരു മഴയും കാറ്റും വന്ന് ഒരു പരത്തി കമ്പ് വന്ന് നമ്മുടെ അടുക്കള മുതുകത്ത് വീഴുമ്പോഴാണ് നമ്മൾ അരിവാൾ തിരക്കണത്. ഉടനെ അവിടെ അലമാരടിയിൽ പോയി നമ്മൾ അരിവാൾ എടുത്തുകൊണ്ട് വരും. തൽക്കാലം നമുക്ക് ആവശ്യമില്ല. തൽക്കാലം ആവശ്യമില്ലാത്ത സ്ഥലം നമ്മൾ പാത്ത് വെക്കും. ദൈവത്തെ പാത്ത് വെക്കുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളത്. തൽക്കാലം ആവശ്യമില്ലാത്ത കാരണം പ്രാർത്ഥന മുടങ്ങും, കുർബാന മുടങ്ങും. ഇപ്പോൾ കുർബാന മുടങ്ങുന്നവരും ഇപ്പോൾ പ്രാർത്ഥന മുടങ്ങുന്നവർ ഓർക്കുക, അരിവാളെ പാത്ത് വെക്കുന്ന പോലെ നിങ്ങൾ ദൈവത്തെ പാത്ത് വെക്കുകയാണ്. ദൈവത്തെ വസ്തുവാക്കുന്നവരാണ് തൽക്കാലത്തേക്ക് ദൈവത്തെ മാറ്റി നിർത്തുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. ക്ലിയർ ആയില്ലേ? വസ്തുക്കളെ നമ്മൾ മാറ്റി വെക്കും, ആവശ്യമുള്ളപ്പോൾ അത് എടുക്കത്തുള്ളൂ. നമുക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അരയൊക്കെ സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ പ്രമാണം പിടിച്ചിട്ട് നമ്മൾ നടക്കണില്ലല്ലോ, ഇല്ല. അത് ആവശ്യമുള്ളപ്പോഴും പൊക്കെ ഓരോ ചെയ്യാൻ നേരത്തേക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന സ്ഥലങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? വ്യക്തിയല്ല, വസ്തുവാണ്. നീ നിൻ്റെ ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ, ഒരു ജീവിതം ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തെ വ്യക്തിയായിട്ട് കാണുന്നില്ല, വസ്തുവായിട്ട് കാണുന്നു. വസ്തുവായിട്ട് കണ്ടാൽ ദൈവം വർക്കൗട്ടല്ല. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യമായി സ്നേഹിക്കാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ എന്നെ കൂടാതെ, ഇപ്പൊ 15:5 യോഹന്നാൻ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിൻ്റെ കരത്തിൽ, നിൻ്റെ യാത്രയിൽ നിത്യമായി എന്നെയും കൂട്ടു. ഞാൻ നിൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. I will come with you wherever you go. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞത് തന്നെയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഉടമ്പടിയിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം. കൈയടിക്കട്ടെ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. നമ്മളാരും ദൈവത്തിൻ്റെ കൈക്ക് പിടിക്കാൻ നടക്കണമെന്ന് ദൈവം പറയണില്ല. ഇപ്പം മിഥുനില്ലേ, മിഥുനെ സംബന്ധിച്ചിടത്തോളം മിഥുനിപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തില്ല, അവൻ കാറിൽ പോയിരുന്നൊരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു നോൺ പ്രാക്ടീസിങ് കാത്തലിക്കൊന്നും അല്ല. അയാൾ അത്യാവശ്യം കൊന്തയിലുള്ള ആളാണ്, വീട്ടിലൊക്കെ പ്രാർത്ഥന കൂടുന്ന ആളാണ്,
അതിനെതിരിപ്പൊന്നുള്ള ആളല്ല. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാത്ത ആളൊന്നുമല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് തോന്നിയിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾക്കത് തോന്നണില്ല. മനസ്സിലായില്ലേ? നമ്മൾ പള്ളിയിൽ പോകുന്നതായിട്ടും കുർബാന കൂടുന്നതായിട്ടും നമ്മൾക്കത് തോന്നണില്ല. എന്താ കാര്യം? നിങ്ങളത് സ്പിരിച്വൽ ഫ്രിജിഡിറ്റിയിലാണ്. യു ആർ എ സ്പിരിച്വൽ ഫ്രിജിഡിറ്റി. ഇതിന് ആദ്യം വേണ്ടത് അവയർനെസ്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റി, ആധ്യാത്മിക ശൈത്യത്തെ അതിജീവിക്കാനുള്ള ആദ്യ മാർഗമെന്ന് പറയുന്നത് അവയർനെസ്സാണ്. എന്താണ്? ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ മനസ്സ് ഉറപ്പിക്കണം. നിങ്ങളിവിടെ ആയിരിക്കാണ്, ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ്. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഉടമ്പടിയെക്കുറിച്ച് വല്ലാത്ത കോൺഷ്യസാണ്. എന്താ കോൺഷ്യസ്? അവബോധമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ, ഞാൻ ഇപ്പോഴും ഓർക്കും, ഒരു ആങ്ങളെ ഉടമ്പടി എടുത്ത്, ഒരു പെങ്ങൾ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് അവളങ്ങനെ ഉടമ്പടി ജീവിക്കുകയാണ്. വേറെ എന്താ കാര്യത്തിന് വേണ്ടി, അവൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ അവൾക്ക് ഉടമ്പടിയാണെന്ന് അവൾക്ക് അവയർനെസ് ഉണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഫോൺ കേട്ട അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കൂട്ടുകാരത്തി വിളിച്ചിരിക്കുകയാണ്. എടി, നിൻ്റെ ആങ്ങളയെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ്. ആ വണ്ടി കണ്ട ആങ്ങളെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല, നീ പേടിക്കാൻ പറയുകയല്ല, നീ പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്യണമെങ്കിൽ ഇവളൊരു കാര്യം പറയും, എൻ്റെ ആങ്ങളെക്ക് ഒരു ചുക്ക് സംഭവിക്കത്തില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന്. ഇതാണ് കവനൻ്റ് കോൺഷ്യസ് എന്ന് പറയണത്. കവനൻ്റ് കോൺഷ്യസ്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ എപ്പോഴും തരികയില്ലേ. ഇപ്പോൾ ചില ആൾക്കാർ എന്നെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുക, അച്ഛാ ഇത് കണ്ട അച്ഛാ, ഉടമ്പടി കാശുരൂപയില്ല, ഞാൻ കൊച്ചു കാശ് കൊണ്ട് നടക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു, കൊച്ചു ഉടമ്പടി കാശുരു എന്ത് ചെയ്യും? അപ്പം മിണ്ടത്തില്ല. അതെന്താ കാര്യം? അവർ മകൾക്ക് കൊടുത്തതാണേ, നമുക്കത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി കാശുരം പോയാൽ നിങ്ങളുടെ മുമ്പിൽ ഉടമ്പടി കാശ് ഇനി വേണമെങ്കിൽ ഉടമ്പടി എടുക്കാനേ പറ്റത്തുള്ളൂ. അല്ല, എന്തെങ്കിലും ഒരു വസ്തു തരികയല്ല. ഉടമ്പടി നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ, ആ കാശ് നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയാണ്. അത് ഒരു ഓർമ്മയാണ്. നിങ്ങൾക്കറിയാവില്ല, ക്രിസ്ത്യാനിറ്റിയിലെല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുന്നത് ഓർമ്മ സ്റ്റേജിലാണ്. ഓർമ്മയെ ഉണർത്തുക എന്നുള്ളതാണ് വിശ്വാസിയുടെ നടപടിക്രമങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഓർമ്മയെ ഉണർത്തിക്കഴിഞ്ഞാൽ ഉടനെ അഭിഷേകവും ആത്മശക്തിയുമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. ക്രിസ്ത്യാനിറ്റി മൊത്തം ഒരു ഓർമ്മയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഫോം എന്താണ്? വാട്ട് ഈസ് ഫോം? ഇതൊരു മെമ്മറി ഫോമിലുള്ളതാണ്. ഓർമ്മയെ ഉണർത്താൻ പറ്റിയ ഏറ്റവും ടോപ്പായിട്ടുള്ള ആക്ടിവേഷൻ ഫോർമുലയാണ് മാസ് എന്ന് പറയുന്നത്. ഓർമ്മ ഉണർത്തലാണ്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈ കുർബാന, ആൾക്കാരോട്ട് നടത്തുന്ന കുർബാന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുർബാനയാണ്. ആഘോഷമാണ് ശരിക്കും. എന്തിനാഘോഷിക്കുന്നു? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനെ ഞാൻ ആഘോഷിക്കുകയാണ്. എന്താണ്? മരണം പ്രഖ്യാപനമാണ്. ജീസസ് ഡൈഡ് ഫോർ മീ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും പറയുന്നതാണ്. കർത്താവ് എനിക്ക് പകരക്കാരനായി മരിച്ചവനാണ്. ഞാൻ മരിക്കുന്നിടത്ത് എനിക്ക് പകരക്കാരനായി മരിച്ചു. അപ്പോൾ എനിക്കിനി മരണമില്ല. ഞാൻ നിത്യത വരെ കർത്താവിനെ കണ്ടെത്തും വരെ, കൂടെ ജീവിക്കും വരെ എനിക്കൊരു ജീവിതം ഞാൻ പങ്കിടുകയാണ്. അപ്പോൾ എൻ്റെ ത്വര എന്താണ്? എത്രയും വേഗം കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ടാണ് ബൈബിൾ ചോദിക്കേണ്ടത്, മരണമേ നിന്റെ ദംശനം എവിടെ? ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:55. 1 കൊരിന്തോസ് 15:55. മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തെ ഒരു പാമ്പായിട്ടാണ് കാണുന്നത്. ഇപ്പം എന്ത് ചെയ്യും? അതിൻ്റെ വിഷപ്പല്ലി കർത്താവ് ഊരിക്കളഞ്ഞ്. പറഞ്ഞേ, മരണമേ നിന്റെ ദംശനം എവിടെ? അടുത്ത വചനം, മരണത്തിന്റെ ദംശനം പാപവും, മരണത്തിന്റെ ദംശനം പാപവും, പാപത്തിന്റെ ശക്തി നിയമവുമാണ്. പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി, നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അപ്പം നമുക്ക് വിജയം നൽകുന്ന ആരാണ്? ദൈവം. ആര് വഴിയാണ്? കർത്താവ് വഴി. അപ്പം നമുക്ക് വിജയം നൽകണ ദൈവമാണെങ്കിൽ, അത് കർത്താവ് വഴിയാണെങ്കിൽ, ആ വിജയം നൽകുന്നത് കർത്താവ്, അത് വിജയം നൽകിയത് ഉടമ്പടി വഴിയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവൃത്തികളിൽ ഈശോയെ
അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും അപ്പൊ ക്രിസ്തു മാറ്റിയത് എന്താണ്? മരണത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഇനി മരണമില്ല. വചനം അവസാനിക്കണതും വെളിപാട് അവസാനിക്കണതും എന്താണ്? ഇനി മരണമില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വെളിപാട് 21:4. വെളിപാട് 21:4. അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നു പോകുന്ന, ഇനി ഉണ്ടാകാതിരിക്കുന്ന ഒരു ടൈം. അപ്പോൾ നിങ്ങളോർക്ക് ഇത് എന്താണ് ആൾക്കാർ മരിക്കുന്നുണ്ടല്ലാന്ന്. ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈശോ എന്താ പറയണത്? നമ്മളെങ്ങനെ ഇവിടെ ജീവിക്കണത്? നമ്മളൊരു അറിവിൻ്റെ അവബോധത്തിലാണ് ജീവിക്കണത്. അവബോധത്തിലാണ് അറിവിലാണ് ആനന്ദം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം ക്രിസ്തു വന്നോടുകൂടിയാണ് നമ്മുടെ മരണത്തിൻ്റെ ഭയം മാറിയത്. എന്താ കാര്യം? അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി? ഇപ്പം നിങ്ങളൊരു പണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് കുർബാന ചെല്ലിയതിന് അച്ഛനെയും കുർബാന കൂടിയ കപ്പേറിനെയും ഈ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും കിടപ്പുണ്ട് കോടതി. കുർബാന ചെല്ലിയതിന് അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേരളമാണിത്. ലോകത്ത് അങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനെയും കപ്പേരെയും കുർബാന ചെല്ലിയതിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് അടഞ്ഞിരുന്ന പള്ളി തുറന്ന് അകത്ത് കയറി അറസ്റ്റ് ചെയ്തു. കേസായി. മാസ്ക് വെക്കാത്തതിന് പോലീസ് ഓടിച്ചിട്ട് ആൾക്കാരുടെ മുഖത്തിന് അടിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ഇല്ലേ? ഉറപ്പല്ലേ? എത്ര പേര് അടികൊണ്ടിട്ടുണ്ട്, കേസുമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു ഭയങ്കര. എന്തിനെ പേടിയാണ്? കോവിഡ് പടരുമോ, ആൾക്കാർ മരിക്കുമോ, മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്. പിന്നെ എപ്പോഴാണ് ഈ പേടി മാറി മാസ്ക് കൂടി ആൾക്കാർ ദൂരെ കളഞ്ഞത്? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോഴാണ്, അല്ലേ? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. പോളാ പുല്ലെന്ന് പറഞ്ഞ് മാസ്ക് വേണ്ട, ഒന്നും വേണ്ട. എന്താ കാര്യം? സന്തോഷമായി. അതുതന്നെ ക്രിസ്തു ചെയ്തത്. പാപത്തിനും മരണത്തിനും ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചു. എന്താണ്? തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരമാക്കിയിട്ട് ദൈവത്തിരുസന്നിധിയിൽ പ്രസാദത്തിനുള്ള വഴി കാണിച്ചപ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടായത്. അവിടുന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീട്ടി. ഇനി മരണമില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ, ഞങ്ങൾ ആരാധിക്കുന്നു. അതായത് എപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് നല്ലത്. അല്ല, പശുവിനെ നമ്മൾ എന്തിന് സ്നേഹിക്കുന്നു? പശു എനിക്ക് പാല് തരുന്നു, ക്രിസ്തു എനിക്ക് IELTS തരുന്നു. കണ്ട, പല ആൾക്കാരുടെ അറിവിൽ ക്രിസ്തുവിന് പശുവിൻ്റെ റേറ്റിങ്ങേ ഉള്ളു. ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. എന്താ കാര്യം? പശു എനിക്ക് പാല് തരുന്നു. പിന്നെ എന്താ? പശു എനിക്ക് ചാണകം തരുന്നു. ചാണകം എനിക്കിന് തക്കാളിക്കിടാം, അല്ലേ? അപ്പോൾ വളം തരുന്നു. അതുകൊണ്ട് ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. ക്രിസ്തു എന്നെ ജപ്റ്റിനോട് മാറ്റുന്നു. ക്രിസ്തു എനിക്ക് ജോലി തരുന്നു. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. പശു എനിക്ക് ചാണകം തരുന്നു, പശു എനിക്ക് പാല് തരുന്നു, ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. പല ആൾക്കാരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവൻ്റെ അറിവിൻ്റെ നിലവാരവും ആരാധന നിലവാരവും മൃഗസമാനമാണ്. പശു സമാനം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല? അതുപോലെ ആധ്യാത്മികതയും അനുഭവങ്ങളും നരസമാനമായിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ക്രിസ്തുവിൽ ഉദ്ദേശിക്കുന്നവരെന്താണ്? അവൻ നിത്യതയോളം വളരണം. പണ്ട് 1ാം ക്ലാസ്സിലെ പാഠപുസ്തകമില്ലേ? എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, വലിയ മോർക്കറിയാം. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും, നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചിരിക്കുന്നതുകൊണ്ട്, DPEP-കാരല്ലേ. വലിയ മോർക്കറിയാം, പഴയ പാഠപുസ്തകമുണ്ട്. എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, അമ്മണി വന്നു, കമ്മൽ തന്നു, അല്ലേ? അത് തന്നെ. അപ്പോൾ
അമ്മ എനിക്ക് കാച്ചിയ പാല് തരുന്നു. എന്താ കാര്യം? ഞാൻ അച്ഛനോളം വലുതാകണം. അതാണ് അമ്മയ്ക്കിഷ്ടം. അതാണ് ഒന്നാം പാഠം. അധ്യായങ്ങളുടെ 1-ാം പാഠവും ബൈബിളിൻ്റെ 1-ാം പാഠവും അത് തന്നെയാണ്. എന്താണ്? ക്രിസ്തു എനിക്ക് സ്വന്തം ശരീരവും രക്തവും തരുന്നു. എന്താ കാര്യം? ഞാൻ നിത്യതയോളവും വലുതാകണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സ്വന്തമാക്കിയ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. എന്ത് നീ ഉടമ്പടി എടുക്കുന്നു? ജോലി കിട്ടാൻ, വീട് കിട്ടാൻ, മക്കളുണ്ടാകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന് ഭൂമി മാത്രമേ ഉള്ളൂ നിനക്ക്. അതിൻ്റെ അകത്ത് എൻഡിട്ടേ ഇത് പറക്കത്തില്ല. പറക്കാത്ത ഉടമ്പടി എടുത്തിരിക്കണത്. എന്താ കാര്യം? താറാവ് അധികം പറക്കത്തില്ലല്ലോ, ഇല്ലേ? പക്ഷെ കഴുകനാണെങ്കിൽ പറക്കും. അപ്പം നീ ഒരു ഈഗിൾ കവനൻ്റാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറന്നങ്ങ് നിൽക്കും. എന്താ കാര്യം? എന്താ? നിത്യത. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ്? നിത്യതയാണ്. നീ ഇവിടുത്തെ ജോലി, വീട്, വിവാഹം, IELTS, PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിരച്ച് നടക്കണ ജീവിനെ പോലെയുള്ള ഭൂമി നിസാനം പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ എപ്പോഴും നിത്യത നിൻ്റെ ഒരു ജീവിത വിഷയമായിരിക്കണം. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വപ്നം അതാണ്. പെർഫെക്റ്റ് as your heavenly Father is perfect. Take the word of God. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 5:48. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. അതാണ് നിത്യതയോളം വളരാൻ ഉദ്ദേശിക്കണുണ്ടല്ലോ. എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ മനുഷ്യ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ആന്തരിക ചോദന എന്താ? ഒന്നും പരിപൂർണമല്ല എന്നുള്ളതാണ്. ഈ കലയെല്ലാം രൂപപ്പെട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു അതൃപ്തിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എല്ലാം. ശാസ്ത്രം ഇവിടെ നിന്ന് വന്നതാണ്, അതൃപ്തിയിൽ നിന്ന് വന്നതാണ്. ഇതല്ല, ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് ആന്തരികമായ ഒരു മനുഷ്യൻ്റെ ഒരു ത്രൈവാണ്. ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെച്ചമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് കൊണ്ട് ആ മെച്ചം നമ്മളെ വീണ്ടും അടിമയാക്കും. എന്താ കാര്യം? ഇപ്പം നിങ്ങൾ AC ഇല്ലാത്ത വീടാണ്. പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഒരു പായ എടുത്തിട്ട് ഒരു പള്ളിയിൽ നിന്ന് മേടിച്ച പെരുന്നാളിന് മേടിച്ചൊരു ബെസറിയുണ്ട്, അല്ലേ? അപ്പോൾ നല്ല ചൂടായിരിക്കും നാട്ടിൻപുറത്തൊക്കെ ഈ ജനുവരി മാസം, മാർച്ച് മാസത്തിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഈ ബെസറി കൊണ്ട് വീശി രാത്രി നല്ല വേർപ്പായിരിക്കുമേ. അപ്പോൾ അവിടെ വീശി എന്ത് ചെയ്യും? വീശി വേർത്ത് ഉറങ്ങിപ്പോവും. അതേ ഉള്ളൂ. കറണ്ടില്ലാത്ത സമയത്ത് പിന്നെ അവിടെ കിടക്കാൻ പറ്റത്തില്ല. ബെസറിക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റണില്ല. ഫാൻ കണ്ടുപിടിച്ചപ്പോൾ അതിന്മേൽ മുഴുവൻ പുകയുടെയും കരിയും ചിലന്തി വരെയൊക്കെ ആയപ്പോൾ മനുഷ്യൻ AC വെച്ചു. AC കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ AC തന്നെ റിപ്രക്കഷൻസും റെസിപ്രേഷനും പല രോഗങ്ങളൊക്കെ ആയിട്ട് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഈശോ പറഞ്ഞതല്ലേ, ബെസറി പിടിക്കണവന് പിന്നെയും ദാഹിക്കും, അവന് ഫാൻ വേണം. ഫാനുള്ളവന് പിന്നെയും ദാഹിക്കും, അവന് AC വേണം. ഈ വെള്ളം കുടിക്കണവന് ഇനി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അപ്പോൾ ഇത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിങ്ങളുടെ മെറ്റീരിയൽ ബോഡിയെ എന്തെങ്കിലും ഉപയോഗിച്ചു കൊണ്ടാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിൽ മരണം വരെ തൃപ്തിയില്ലാത്ത അവസ്ഥ തുടരുമെന്നാണ് പറയുന്നത് ബൈബിള്. യോഹന്നാൻ 2:17 എടുത്തേ. 2:17. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. അതാണ് പ്രശ്നം. ഈ മോഹങ്ങൾക്കെല്ലാം നമ്മൾ പുതിയ സ്ഥാനം കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ എന്താ പറയണത്? അതും മാറ്റിപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാനാണെങ്കിൽ ഞൊട്ടേണ്ടി വരും എന്നർത്ഥം. ഒരാൾക്കാർ അവിടെ അഭിമാനം, അവിടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. എങ്ങനെയാണ്? ബ്രാൻഡ് ചേഞ്ച് ചെയ്തതുകൊണ്ടാണ്. കാറിൻ്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെയും സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ബ്രാൻഡിനൊപ്പമാക്കി എടുത്തിട്ട് ഈ ജഡിക മനുഷ്യൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ ജഡിക മനുഷ്യനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം.
യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഇതൊരു തിരിച്ചറിവിൻ്റെ വിഷയമാണ്. നമ്മളോടൊത്ത് ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവബോധപ്പെടുത്തുകയും നമ്മൾ നിറയാൻ വേണ്ടി അതിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നൽകുന്ന പരീക്ഷണങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ പാഠങ്ങളെ പഠിക്കുകയും പൂർത്തിയാകാൻ വേണ്ടി ആത്മാവിനാൽ എന്താ പറയണത്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന്, അതാണ് ഈശോ പറഞ്ഞത്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റതെന്ന് 7 യോഹന്നാൻ 7:37. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യോഹന്നാൻ 7:37. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ, തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇപ്പോൾ ഉടമ്പടി എങ്ങോട്ടാണ് സഞ്ചരിക്കണം എന്ന് വെച്ചാൽ ജീവജലത്തിൻ്റെ ഉറവയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ജഡികമായ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കണമെങ്കിലും ജഡികമായ കാര്യങ്ങളെക്കുറിച്ച് ഈശോ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഫുൾ ബെഞ്ച് തീരുമാനമാണ്. ഈശോ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്? അവൻ അന്ത്യവിധിയാളൻ ആരാണ്? അവനല്ലേ. അവനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഡിവിഷൻ ബെഞ്ചല്ല, ഫുൾ ബെഞ്ചാണത്. അവനൊരു കാര്യം പറഞ്ഞാൽ സ്വർഗീയ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് തീരുമാനമാണ്. എന്താണ്? ഈ വെള്ളം കുടിക്കണവൻ ഇനി ദാഹിക്കും. നമ്മൾ എന്തെല്ലാം ഈ ലോകത്ത് നേടാൻ വേണ്ടി ഉടമ്പടി എടുത്താലും യഥാർത്ഥ ദാഹം എന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ ഒന്ന് പറഞ്ഞേ, തിരുനാളിൻ്റെ 1-ാം ഘട്ടം തന്നെ. ഒരു വലിയ വിഷയം പറയുമ്പോൾ ഈശോ പെടുന്ന പാട് കണ്ടില്ലേ? തിരുനാളിൻ്റെ രണ്ടാമത്തത് എന്താ? മഹാദിനത്തിൽ പിന്നെന്ത്? അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഇത്രയും എംഫാറ്റിക് ആയിട്ടൊരു ഒറ്റ വാക്ക് ഈശോ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പറയാൻ വേണ്ടി തിരുനാളിൻ്റെ 11 ദിവസങ്ങളിൽ 11ാമത്തെ ദിവസം തിരഞ്ഞെടുക്കുകയാണ് ക്ലൈമാക്സ്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് അവനെന്ത് ചെയ്ത്? അവൻ ഉച്ചത്തിൽ പറഞ്ഞു. താത്തി പറയാൻ സാധാരണ സ്ഥലത്തല്ല, ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ദൈവത്തിലെത്തുന്നത് വരെ ഏത് മതത്തിലും ജാതിയിലും ജീവിച്ചാലും നീ ഒടുവിൽ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. എന്താണ് പറഞ്ഞ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ ജീവജലത്തിന്റെ അരുവികൾ തന്നിൽ വിശ്വസിക്കാറുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ പറഞ്ഞത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും പറയും, മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോളം ദൈവത്തിന് കൊടുത്തേക്കണം. എന്തിനാണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. നിൻ്റെ സാഹചര്യവും ആത്മീയമായിട്ടുള്ള നിൻ്റെ ഒരു അവസ്ഥയനുസരിച്ചുകൊണ്ട് നിന്നെ നയിക്കാൻ പറ്റിയ മരുന്നുകൾ ദൈവത്തിന് എഴുതി ചേർക്കാൻ പറ്റിയ ഇടമാണത്. അതിന് നിങ്ങൾ മതവും ജാതിയും ഒന്നും മാറേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കണേ ആർക്കാണ് ജാതി മാറേണ്ടത്? ആർക്കാണ് മതം മാറേണ്ടത്? ഇത് അതിനുള്ള സംവിധാനമാണോ? അല്ല. നിങ്ങൾ ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ അവർ മതാതീതമായിട്ട് അതീതമായിട്ട് അപ്പനും മക്കളും തമ്മിൽ ഒരുമിച്ച് കണ്ടെത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് നിൻ്റെ കടങ്ങൾ കർത്താവ് അവൻ്റെ മരണത്താൽ പരിഹരിച്ചത് കൊണ്ടും നിന്നെ അവൻ കടങ്ങളിൽ നിന്ന് നീ ചെയ്യേണ്ട പാപത്തിന് പരിഹാരം അവൻ ചെയ്തപ്പോൾ അവൻ്റെ പരിഹാരം എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജ്ഞാനത്താൽ നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്.
വെള്ളം കൊണ്ടല്ല, ജ്ഞാനത്താൽ. ആ അറിവ് തന്നെയാണ് നമുക്ക് ജ്ഞാനമായി മാറുന്നത്. നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യമായ അറിവുണ്ടെങ്കിൽ നീ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. കാര്യം എന്താണ്? അറിവിൻ്റെ അഭവമായ ആദ്യവും അവസാനവും ആൽഫയും ഒമേഗയും ആരാണ്? ക്രിസ്തുവാണ്. അറിവെന്താണ്? അനുഭവം എന്ന് പറയുന്നത്. അറിവിൻ്റെ അനുഭവം നിത്യതയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ദൈവപിതാവേ, നന്ദി ദൈവപിതാവേ. ജീവജലത്തിനരുവിയായി ഇറങ്ങി ഒഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിനരുവിയായി ഇറങ്ങി ഒഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ, നിറയണമേ, നിറയണമേ എന്നിൽ, നിറയണമേ. അതിലൂടെ അവസാനം ഈശോ പറഞ്ഞത് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനെ നിങ്ങൾ അറിവിൽ സ്വീകരിക്കുക, നിങ്ങൾ നിത്യത അവകാശമാക്കുക. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഓരോ പ്രശ്നവും അത് തന്നെയാണ്. നിങ്ങൾ ഉടമ്പടിയിരിക്കുന്ന നിയമമില്ല, വീടില്ല, ജോലിയില്ല, രോഗമാണെന്നൊക്കെ പറയുന്ന വിഷയം എന്താണ്? അതെല്ലാം നിന്നോട് പറയുന്ന ഒരു ദൈവഭാഷയാണത്. ഒരു ദൈവഭാഷയാണ്. നിൻ്റെ വേദനകൾ ഒരു ദൈവഭാഷയാണ്. എന്താണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇപ്പം മിഥുൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മിഥുൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കാതെ കാറിൽ പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു, സിനിമ കണ്ടുകൊണ്ടിരുന്നു. ക്രിസ്തുവിന് ഉടമ്പടിയില്ല, ക്രിസ്തുവിന് ആവശ്യമില്ല. ഞാൻ ഓക്കെ ആണെന്നാണ്. കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ പോക്ക് വികാരമാണ് ഞാൻ ഓക്കെ ആണെന്നുള്ളത്. എന്താണ്? എൻ്റെ വീട്ടിൽ ഗൃഹപ്രാർത്ഥന ഉണ്ട്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്. അപ്പോൾ ദൈവം പറയുന്നത് ഈ പോക്കാണെന്ന് പറയും. അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന്. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. മിഥുൻ അറിയേണ്ടത് അറിയാത്ത ഒരാളാണ്. അറിയേണ്ടത് അറിയാത്തത് വരെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ സഹനത്തിൻ്റെ സാഹചര്യമായി നമ്മുടെ കൂടെ നടക്കും. ദിസ് ഇസ് സൗണ്ട് ഓഫ് ഹേർഡ്. ഇതാണ് ഈ സഹനത്തിൻ്റെ ഒരു വേട്ടപ്പടി പുറകെ നടക്കും. എന്തിനാണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കൂ, റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. മിഥുൻ എന്താ സംഭവിച്ചത്? അവനായിരുന്നല്ല ദൈവം, അന്നദാതാവ്, ബ്രെഡ് ഗീവർ, വീട്ടിലെ ബ്രെഡ് ഗീവറായിരുന്നു. പെട്ടെന്ന് ആ ജോലി പോയി. കുടുംബം മുഴുവൻ നിലനിന്നിരുന്ന മരുന്നും ഭക്ഷണവും കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ കരവും വീട്ടുകാരവും എല്ലാം കൊടുത്തിരുന്ന ഒറ്റ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ജോലി പോയി. അതോടുകൂടി ഇവൻ നിലംപരിശായി. നിൻ്റെ കോൺഫിഡൻസിലായിരിക്കും എപ്പോഴും മിലിറ്ററി ടാർഗറ്റിങ് നടക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ കോൺഫിഡൻസ് കർത്താവിലായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ പഠനം, എൻ്റെ ആരോഗ്യം, എൻ്റെ തറവാടിത്തം, എൻ്റെ സമ്പത്ത് ഒന്നുമല്ല. കർത്താവേ, നീയാണ് എൻ്റെ പാറ, നീയാണ് എൻ്റെ ആത്മവിശ്വാസം. കോൺഫിഡൻസ് കർത്താവിലാകുമ്പോൾ അത് പാറയുടെ ബലം ചെയ്യും. കർത്താവാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് അവർ പറയണത്? അപ്പന് പെട്ടെന്ന് തലപ്പോച്ചിൽ വന്നു, അപ്പൻ ICU ആയെന്ന് ഫോൺ വരുമ്പോൾ മകളെന്താ പറയണത്? ഞാൻ പാറപ്പുറത്താണ്. എന്താ കാര്യം? നമ്മളമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അമ്മച്ചി, അതാണ് പാറയെന്ന് പറയണത്. ഇന്ന് എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങി. കേരളത്തിൻ്റെ ആധ്യാത്മിക അജണ്ട അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ദൈവം ഇവിടെ നിശ്ചയിച്ചിരിക്കണം ഉടമ്പടിയിലൂടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്തെ കൂടാതെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ കയറ്റി
ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവൻ്റെ ആധ്യാത്മികമായ ആ ജീവിതത്തിൻ്റെ കോൺഫിഡൻസ് തകർത്തുകൊണ്ട് ഒരു ജോലി പോയപ്പോൾ എന്തു ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് മിഥുൻ്റെ അപ്പനും മകനും കൂടി ഇരിക്കുകയാണ്. സങ്കടമായ കുടുംബത്തിൻ്റെ പാത്തോസ് വായിക്കുന്ന സമയമാണ്, സങ്കടസീനാണ്. ജോലി പോയി, ഇനി അപ്പന് മരുന്നിന് പ്രശ്നമുണ്ട്, കടക്കാർക്ക് പറ്റുകടി പീടികയിൽ ബില്ല് വരും, പല പല പ്രശ്നങ്ങളാണ്. ഇനി ഇടയ്ക്ക് വല്ല ജ്ഞാനസ്ഥാനം കല്യാണം ഒക്കെ വന്ന് കടം മേടിക്കേണ്ടി വരും, മറ്റുള്ള മുമ്പ് ചോദിക്കേണ്ടി വരും, പല പ്രശ്നമാണ്. ഇതൊക്കെ അപ്പനും മകനും കൂടി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളം തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പനും മകനും തമ്മിൽ ഒരു കൂട്ടാണ്. എന്താ കാര്യം? ഇവൻ വിദേശത്ത് പോകാത്തതിൻ്റെ കാര്യം അപ്പനെ നോക്കാൻ വേണ്ടി, വീട്ടിൽ നിൽക്കാൻ വേണ്ടി ആണ് ഈ വിദേശത്ത് പോകാത്തത്. അങ്ങനെയുള്ള മക്കളും ഉണ്ട് കേട്ടോ. അവൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പനെയും അമ്മനെയും നോക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് ജോലി വേണ്ട, എനിക്ക് ഞാൻ അകത്ത് മതിയെന്ന് എപ്പോഴും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് പറയുന്നത് അപ്പനും മകനും കൂടി ഇരുന്ന് ഇളന്നിരുന്നുണ്ട് ഈ കഥ പറയുകയാണ്. മകൻ എന്ത് ചെയ്യോടാ? ഇല്ല ദൈവം. അപ്പോൾ അപ്പം പറയും, നീ ഉടമ്പെടുക്കടാ, ഞാനല്ലേ ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത്, നീ ഉടമ്പടി എടുക്കടാ എന്ന് പറയും. കാര്യം ഉടമ്പടി കുഞ്ഞ് ഓടിക്കാളാണ്. നീ ഉടമ്പടി എടുക്കടാന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് ഇതും പറയുകയാണ്, അമ്മ ഞങ്ങളുടെ അടുത്തിരിക്കണ പോലെയൊക്കെ തോന്നി, വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ അപ്പനിത് പറയുകയും വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. എന്നിട്ട് ഇതും പറയണത് അമ്മ ഞങ്ങളുടെ അരികിൽ ഇരിപ്പുണ്ടായിരുന്നെന്ന്. അപ്പം അപ്പൻ പറയണത്, കേക്ക് മകനെ, അതാണ് ശരി, എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, നീ ഇങ്ങനെയുള്ള ജീവിക്കണവനല്ല, ഇതിനേക്കാൾ ഉപരി ആധ്യാത്മികമായ ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപ ആർജിക്കേണ്ടവനാണ്, അതുകൊണ്ട് ഇതാണ് സമയം. ഉടനെ മിഥുൻ പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവടാന്ന് 3 കമ്പനി കേരളത്തിൽ തന്നെ വിളിച്ചവനെ ഒരു കമ്പനിയെ തട്ടിക്കളഞ്ഞ്. എന്താ കാര്യം? ആ കമ്പനിക്കാരൻ ചോദിക്കുന്ന ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ഫേസ് ആകുമ്പോൾ എല്ലാവരും തോറ്റുപോകും. 1000 പേര് വേണമെങ്കിൽ അവർ 1 പേര് 2 പേരെ വേണമെങ്കിൽ അവർ 1000 പേരെ വിളിക്കുന്നേ ഉള്ളൂ. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് തീരുമാനിച്ചു. ബാക്കി 2 കമ്പനി അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. 2 കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 നല്ലതാണ്, പക്ഷേ ഉറപ്പില്ല. കാര്യം വിളിക്കണില്ല, അവർ വിളിക്കണില്ല, അതാണ് സംഭവം. ഇനി അമ്മ ടൈം മാത്രമായത് കാരണം എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഈ 3 കമ്പനിയുടെയും ഇൻ്റർവ്യൂ വരണ ടൈം നോക്കണം. ഒന്ന് 9 മണിക്ക് ഓടിയെത്താൻ പറ്റിയ ടൈമാണല്ല. രണ്ടാമത്തത് 12 മണിക്ക്. ഇവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകാം. 2 9 മണിക്കാണെങ്കിൽ തെണ്ടിപ്പോയനാണ്. ദൈവം ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അറിയണം. ദൈവത്തിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആധ്യാത്മിക ഒരു AI ആണ്. അതായത് പ്രോഗ്രാം ചെയ്യും. സമയ ഘടികാരം നെഞ്ചു ചാർത്തി പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ സഞ്ചാരി മാതാവ് നിൻ്റെ സമയത്തെ പ്രോഗ്രാം ചെയ്യും. ഒന്ന് 9 മണിക്ക്, ഒന്ന് 12 മണിക്ക്, ഒന്ന് 4:30 മണിക്ക്. ഇങ്ങനെയുണ്ട് പരിപാടി. ഇത് ആർക്കും ചെയ്യാൻ പറ്റുമോ? 3 കമ്പനിയിൽ നിന്ന് ഇവന് ഓടിയെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവന് ഉടമ്പടിയിലായി, ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സമയത്തെ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമ്പടി ഒരു ബാക്ക് സ്റ്റിയറിങ്ങിലായി. അമ്മയെ പുറകിലിരുന്ന് സ്റ്റിയർ ചെയ്യാൻ തുടങ്ങി ആളെ. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ടൈം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരണത്. അപ്പോൾ ഇവന് 1ാമത്തെ ഉടമ്പടിക്ക് 9 മണിക്ക് പോയി. 1ാമത്തെ ഇൻ്റർവ്യൂ 9 മണിക്ക് പോയി. അവരോട് സംസാരിച്ചു. അവർ ചുമ്മാ ബയോഡേറ്റായി എവിടെയാണ് വർക്ക് ചെയ്തത്, അങ്ങനെ കുറച്ച് കാഷ്വൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ തന്നെ മനസ്സിലായി ഇവരാളെ എടുത്തിട്ടുണ്ട്, നമ്മളെ ആവശ്യമില്ലെന്ന്. അവർ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ട് പരിചയമുള്ള ആളല്ല. ഇൻ്റർവ്യൂ ഈസി ആണെങ്കിൽ ഓർക്കുക, എടുക്കാനുള്ള ആളെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമില്ലെന്ന്. അതുകൊണ്ടാണ് അപ്പൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കണത്. അമ്മയുടെ പേരെന്താ, എവിടെ നിന്ന് വരുന്നത്, പണ്ട് എവിടെ ഇരുന്ന്, എന്നൊക്കെ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. എൻ്റെ അർത്ഥം അവർ ആൾക്കാരെ എടുത്ത്. 12 മണിക്കുള്ള ഇൻ്റർവ്യൂവിനും സെയിം ക്വസ്റ്റ്യനാണ്. എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത്, അവിടെ നിന്ന് പോരാൻ കാര്യം എന്താ, എങ്ങനെ അവിടെ ജോലി നഷ്ടപ്പെട്ടത്, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചോദിക്കും. ഇവൻ്റെ കലിബറോ ഇവൻ്റെ എക്സ്പീരിയൻസോ ഒന്നും അത് ചോദിക്കണ്ട. ഇവൻ്റെ സർട്ടിഫിക്കറ്റ് തുറന്നു നോക്കണില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ്, അതിലെ നിങ്ങൾ വിളിച്ചതെന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 കമ്പനിയിലും ആളെ നേരെ എടുത്തതാണ്. 3ാമത്തെ കമ്പനിയിൽ ഇവന് താല്പര്യമില്ല. കാര്യം എന്താണ്, അവിടെ ചെന്നാൽ
രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് കാര്യം ആ കമ്പനി ഇവൻ അവോയ്ഡ് ചെയ്ത് കൂട്ടിയതാണ്. അതുകൊണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഉഴപ്പാൻ തുടങ്ങി. നമ്മൾ ഇനി തീർന്നില്ല, ഇൻ്റർവ്യൂ തീർന്നല്ല. പക്ഷെ 4 മണിയായപ്പോൾ തന്നെ ഈ കമ്പനിയിൽ നിന്ന് മൂന്നാമത്തെ കമ്പനി നിന്ന് ആരെ വിളിച്ചു. കാര്യം ഈ ഉടമ്പടിയുടെ പ്രശ്നം പറയണത്, അമ്മ ഒരു വൺ വേ ഓർ അതർ മദർ ഞങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഉടമ്പടി അത്ര വളർന്നില്ലല്ലോ. അമ്മ ഞാനും അപ്പനും കൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ മഴമില്ലി വീശിയടിച്ചെന്ന് പറയും. ഉടമ്പടി ഭയങ്കര സംഭവമല്ലേ. അത് അമ്മയെ കയ്യൊപ്പുള്ള സാധനമാണെങ്കിൽ അപ്പം തന്നെ ഉടമ്പടിയുടെ അടയാളമാണല്ലോ മഴവില്ല്. അപ്പനും ഞാനും കൂടി വിസ്മയത്തോടെ ഇങ്ങനെ മഴവില്ല് നോക്കി. അത് മറിയാതെ അമ്മയായി സാന്നിധ്യമായി നിന്നു. 4 മണിയായപ്പോൾ മൂന്നാമത്തെ സ്ഥലത്ത് നിന്ന് തന്നെ വിളിച്ചു. എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ വളരെ അകലെയാണ്, മറ്റൊരു ഇൻ്റർവ്യൂ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഓടിയെത്തുമ്പോൾ 4:30 മണിയാകും, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകും, സാരമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിയായപ്പോൾ ഇവൻ ഒരിടത്തും എത്തിയിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ ടൈമാണല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥയിലാണ്, കുഴപ്പമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് അവൻ ചെല്ലുമ്പോൾ ആ സ്ലോട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ. 5 മണിക്കാണ് അവിടെ എത്തണത്. 5 മണിക്ക് ഇവനോട് ഇൻ്റർവ്യൂ ചോദിച്ചു. വ്യാപകമായ രീതിയിൽ ഭയങ്കര അനലൈസ് ചോദ്യങ്ങൾ ചോദിച്ചു. കുറേ നേരം നിന്ന് വിടുമ്പോഴേ പിറ്റേ ദിവസമായപ്പോൾ പിറ്റേ ദിവസം ഇവന് അപ്പോയിൻമെൻറ്റ് ഓർഡറായി. അതെന്താ പ്രശ്നം? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഈ ഉടമ്പടി ഇവൻ ഈ കമ്പനി ജോലി ഇവൻ ഉപേക്ഷിച്ചതാണ്. അവരെടുക്കാനുള്ള ആളെ എടുത്തായിരുന്നു. ആ കമ്പനി മൂന്നാമത്തെ കമ്പനി എടുക്കാനുള്ള ആളെ ഓൾറെഡി എടുത്തതാണ്. ഇവൻ എടുക്കേണ്ട കാര്യമില്ല. മാതാവ് അവൻ്റെ പേര് ആ മുറി കയറിയിട്ട് ഇവന് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചു, എൻ്റെ സ്ലോട്ടിൽ എത്ര പേരുണ്ടായെന്ന് ചോദിച്ചു. ക്ലർക്ക് പറഞ്ഞു, നിങ്ങളുടെ സ്ലോട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതെന്ന്. കമ്പനി വെയിറ്റ് ചെയ്തതല്ല, കമ്പനിയെ വെയിറ്റ് ചെയ്യിച്ചതാണ്. അതായത് ഇത് അത്രയും, അതായത് ഇപ്പോഴെന്താ ഈ മിഥുനെന്താ പറയണത്? എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടിയായി തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഉടമ്പടിയിൽ മറ്റ് പ്രാർത്ഥനാ രീതികളെ പോലെയല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വപ്നമായിട്ടും. ഒരു പ്രാവശ്യം ഇവർ ജോലി പോയില്ലേ, ജോലി പോയിട്ട് ഉടമ്പടി എടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇവനൊരു വെളുപ്പിന് 4 മണിക്കൂർ സ്വപ്നം കണ്ട് കൃപാസനം മാതാവ് കരയണേ. അപ്പോൾ ഉടനെ മിഥുൻ അമ്മയുടെ ഉടുപ്പെ തൊടാൻ നേരത്ത് മാതാവ് ഇവരെ തള്ളി മാറ്റും, നീ എന്നെ തുടരുമെന്ന് പറയും. അപ്പോൾ അന്ന് മുതൽ എന്നുവെച്ചാൽ നമ്മളെ ഉടമ്പടിയുടെ ഫലങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റിയ ആത്മീയ സാഹചര്യമുണ്ട്, തൊടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ഉടമ്പടിയോട് പാലിക്കുന്നവരും ദൈവത്തിന് നിങ്ങളെ തൊടാൻ പറ്റിയ, ദൈവം അതിനെ അനുവദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വിശുദ്ധിയും വിശ്വസ്തതയുമുള്ളവരായിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയോട് വിശ്വസ്തതയോടെയും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പം ഇങ്ങനെയല്ല. ഇപ്പം ഇത് മിഥുൻ്റെ കാര്യം, രാധമ്മ, അതായത് എന്താണ് എൻ്റെ ജീവിതമെന്ന് ഇവർ തന്നെത്താൻ പറയാണ്. അമ്മച്ചി തന്നെത്താൻ പറയാണ്, എൻ്റെ ജീവിതം ഇനി അടുത്ത ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. എന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ അവരങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ആദ്യം തന്നെ ഇവർ സങ്കടപ്പെട്ട് ഇവിടെ തന്നെ എന്താ, മകൻ മദ്യപാനിയാണ്, ഭാര്യയെ തല്ലുന്നു, കുടുംബത്തിൽ സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആ ആഴ്ച തന്നെ അവൻ്റെ മദ്യപാനം മാറി അവൻ വിദേശത്ത് ജോലിക്ക് പോയി.
അവന് പണമായി. രാധമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനത്തെ സ്ഥലമാണ്, ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തീർപ്പുണ്ടാകുമെന്ന് ആഴമായ ബോധ്യത്തിലാണ് വർക്ക് ചെയ്യണത്. പിറ്റേ ദിവസത്തിന് ആ ഫയൽ എടുക്കുകയാണ്, ഒപ്പിട്ട് മാറുകയാണ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്കറിയാം, അമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ രാധമ്മക്ക് ഒരു കാര്യം വെച്ചായി, ഇത് തന്നെ സ്ഥലം ആരോടും പറയാതെ എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വരും, പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അവിടെ വന്നിരുന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. 9ാമത്തെ ചൊവ്വാഴ്ച പോയപ്പോൾ 9ാമത്തെ ആരും പറയില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല ഇവിടെ വരാനോന്ന്. അപ്പോഴേ ഇവർ ഒറ്റക്കെടുക്കുന്ന തീരുമാനമാണ്. ചിലർ ദൈവം ഒറ്റക്ക് നയിക്കും. അവർ ഓക്കെ ആണെങ്കിലേ അടുത്ത പടി, അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് ദൈവം തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അവരോട് പറഞ്ഞ്, നീ ഒറ്റക്ക് ഇവിടെ വന്നിരിക്ക്, ഉപവസിച്ചുകൊണ്ടിരിക്ക്. അങ്ങനെ 9 ചൊവ്വാഴ്ച ഇരുന്ന് 9ാമത്തെ ചൊവ്വാഴ്ച ഇവർക്ക് തൊണ്ട പഴുത്ത് തൈറോയിഡാണ് അസുഖം. അത് ഉടമ്പടി വെച്ചോ ഇല്ലയെന്ന് അറിയാൻ പാടില്ല. പക്ഷേ 9ാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കഴുത്ത് ഇങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണ പോലെ തോന്നും, എന്തോ സാധനം അടന്ന് പോണ പോലെ തോന്നും. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും വർഷം നിന്ന് തൈറോയ്ഡ് കാണാനില്ല. അപ്പോഴവർക്ക് പിന്നെ അവരുടെ വിശ്വാസം പെരുകിയില്ലേ. അവരുടെ വീട്ടിൽ ചേടത്തിയോ ഉണ്ട് ആണെന്നത്. അപ്പോൾ അവർക്ക് നടക്കാൻ പാടില്ല. അവർ കുണ്ടളം കാഴ്ച കിടക്കുന്ന പോലെ അവരുടെ വെരിക്കോസ് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ കഷ്ണം പോലെ തൂങ്ങുകയാണ്. ഭയങ്കര വേദന. അപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഇവർക്ക് തന്നെ പ്രേക്ഷിത ശക്തി കിട്ടി. നിങ്ങളുടെ പേഴ്സണൽ എംപവറിങ്ങിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിനെന്നോട് പറഞ്ഞ് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ എന്തറിയാവോ, ഈ പത്രം നിങ്ങളെ കൊടുക്കണത് ഇവിടെ പറയണ പോലെ ഞാനും എൻ്റെ അപ്പനും കൊടുക്കണത്. നിങ്ങളിവിടെ പറയണത് പള്ളി കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കുകയില്ലേ. ഞങ്ങളങ്ങനെയല്ലേ ചെയ്യണത്. ഞാനും അപ്പനും കൂടി പത്രം കൊണ്ട് പോകും. അപ്പം പുറകെ ഇരിക്കും, ഞാൻ ബൈക്ക് ഓടിക്കും. എന്നിട്ട് ഞങ്ങൾ ഓരോ വീട്ടിലും പോയിട്ട് ഓരോ അത്ഭുതവും പറയും. ഇപ്പം ഇതിനും അപ്പനും ചെയ്യണത് എന്താണ്? അവർ ബൈക്കൊക്കെ കയറി, മകൻ ബൈക്ക് ഓടിക്കും, അപ്പം പുറകെ ഇരിക്കും. ജോലിയും പോയി, എല്ലാം പോയി, കടത്തിലായി പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. പക്ഷേ അവരവരുടെ വിശ്വാസത്തിന് വിളക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ ചെന്നുവെച്ചും അവരോട് പറയും, ഇന്നലെ കൃപാസനത്തിൽ ഇന്ന അത്ഭുതം നടന്ന്. എന്നിട്ട് ഇവൻ അതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിടും. കൃപാസനത്തിൽ നടന്ന് ഏറ്റവും നല്ല അത്ഭുതം നോക്കിയിട്ട് സന്നദ്ധനെ എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തിടും. അതെല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൽപ്പിച്ച് ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് ജീവിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും അതനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ പോകുന്ന സദ്വാർത്ത നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ കൈമാറേണ്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം, പേടിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണത് സംബന്ധിച്ചിടത്തോളം ദൈവവും അവൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കമ്പനിയിൽ പോയി, വിളിക്കാത്ത കമ്പനി, കിട്ടാത്ത ജോലിക്ക് അവനെ മാത്രം വിളിപ്പിക്കാൻ വേണ്ടി അമ്മ പോയി കാത്തു നിൽക്കണം അവിടെ. ദൈവം അതുപോലെ എൻ്റെ അപ്പുറത്തും ചെയ്യുന്ന ആളാണെന്ന് ഈ കുരിശുരൂപം കാണുമ്പോൾ ഏത് കഴുതക്കും മനസ്സിലാവും. കുരിശുരൂപം, ഞാൻ എന്താ കുരിശുരൂപം എങ്ങനെ വെച്ചിരിക്കണത്? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആവേശമാണ്. എന്താണ്? ദൈവം നിന്നെ വീണ്ടെടുക്കാൻ, നീ ഒറ്റ ആളാണെങ്കിൽ പോലും നിന്നെ വീണ്ടെടുക്കാൻ ദൈവം ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ അല്ലേ കുരിശുരൂപം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും തുറന്നൊരു വായനാ പുസ്തകമാണ് കുരിശുരൂപം. അതുപോലെ അത് കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വിഷമമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കണത്. പക്ഷെ അത് ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് പ്രശ്നം. ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. രാധമ്മ എന്താ ചെയ്യണത്? രാധമ്മ എല്ലാ വീട്ടിലും ഇതുപോലെ പാവപ്പെട്ടവളാണേ, അവളില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വീടുകളിലൊക്കെ രോഗികളെല്ലാം കൊടുക്കും. എന്നിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. സങ്കടം വരുന്ന എല്ലാ മനുഷ്യരോടും പരിഹാരമായിട്ട് രാധമ്മ പറയണത് കൃപാസനം മാതാവിനെക്കുറിച്ചും അവൾക്കുണ്ടായിരുന്ന അനുഭവമാണ് പറയണത്. അത് പറഞ്ഞ് അവസാനം അങ്ങനെ സുവിശേഷം കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനെ ദൈവം അടയാളം കൊടുക്കും. അടയാളം അത്ഭുതം പറയുന്നത് അങ്ങനെയാണ്. അല്ല വെറുതെ കുത്തിയിരുന്ന അടയാളം കൊണ്ട് അത്ഭുതം ഉണ്ടാകത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 15:18 എടുത്ത്. റോമ 15:18.
വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് പറഞ്ഞ വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അതാണ് അപ്പോസ്തലിക പ്രഭാഷണം എന്ന് പറയണത്. വേറെ ഒന്നിനെ കുറിച്ചും പറയത്തില്ല. അതായത് സുവിശേഷ കൈമാറ്റത്തിന് ഒരു മീറ്റർ ഉണ്ട്. എന്താ അതിന്റെ മീറ്റർ? എന്താണ്? ഒന്നിന് വായിച്ചേ. വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് അവന് വിശ്വാസം നേടിയെടുക്കണം. അവൻ വചനത്തെ വിശ്വസിക്കണം, വചനത്തെ അനുസരിക്കണം. അനുസരണം നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിജാതിയുടെ അനുസരണം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വായിച്ചോളൂ. വാക്കാലും പ്രവൃത്തിയാലും. വാക്കും പ്രവൃത്തിയും ഉടമ്പടിയാണത്. അടയാളങ്ങൾ ഉണ്ടാവും, അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ച ഇല്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. ഒരാൾ ഉടമ്പടിയിലാണോ ഇല്ലയെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ വഴി ക്രിസ്തു പ്രവർത്തിക്കണം. എങ്ങനെ ക്രിസ്തു പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാ? ഇപ്പം രാജമ്മയുടെ കാര്യം എടുക്കുക. എന്താണ്? ഈ കുണ്ടളം കാച്ചക്കണ പോലെ വേരിക്കോസ് മൊത്തം കറുത്ത് കിരിക്കുകയാണ്. രാജ എന്താ പറയണത്? രാജ പോയി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുവന്നിട്ട് ഈ കാലിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കും. 10-12 കൊല്ലമായ വേരിക്കോസാണേ. കാലെന്നിട്ട് മരവിച്ചിട്ട് കഴച്ചിട്ട് തലയെ വെച്ചിട്ട് കിടന്ന നിലയും പിടിച്ച് കിടന്ന് ഉറങ്ങണ വ്യക്തിയാണ്. വേറെ ആരുമല്ല അവിടെ ചെന്നിരിക്കണത്, ഇവർ മാത്രം. ഈ പാവപ്പെട്ട ചേച്ചി ഈ ഉടമ്പടി തൈല ഉപ്പ് എടുത്തിട്ടുണ്ട്, അവരുടെ കാലെ പെട്ടി കൊടുക്കും. വിശ്വപ്രമാണം ചൊല്ലി 3-ാം ദിവസം ഇത് പുതിയ കാല് പോലെ അങ്ങോട്ട് ഇരിക്കും. ഇപ്പം ആരാണ്? രാധ വഴി ക്രിസ്തു പ്രവർത്തിക്കാൻ, ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരിലൂടെയും പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരിലൂടെയും ക്രിസ്തുവിന് അടയാളം നൽകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും ക്രിസ്തുവിന് അത്ഭുതങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരെയും ക്രിസ്തുവിൽ മറ്റുള്ള മനുഷ്യരുടെ വിശ്വാസത്തെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഈ കുണ്ടളം കാഴ്ച കിടക്കുന്ന സംഭവങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ രാജമ്മയെടുത്ത് വേറെ ഒരു ചെടുത്തി വന്നിട്ടും പറഞ്ഞു. അവർ ജോലിക്ക് പോണ വീട്ടിലെ ചെടുത്തി പറഞ്ഞു, രാജമ്മേ ഒരു സമാധാനമില്ല, ഭയങ്കര പണവും ഭയങ്കര വസ്തുക്കളുള്ള കുടുംബമാണ്. രാജമ്മ പറഞ്ഞ അമ്മ കേൾക്കുമല്ല, ഞങ്ങൾ 16 കൊല്ലമായിട്ട് ഇവിടുത്തെ ഒരു 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പാകുടമ്പടി നടക്കാതെ കോടതി കേസ് നടക്കുകയാണ്. 16 കൊല്ലമായിട്ട് ഈ കുടുംബത്തിൽ 8 കുടുംബമാറ്റം ഉണ്ട്. അവിടെ പാകുടമ്പടിക്ക് 16 കൊല്ലമായിട്ട് കേസുണ്ട്. 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ് കേസ് പോണത്. അപ്പോൾ കോടതിയിലാണ് വിഷയം. അപ്പോൾ ഈ വിഷയം രാധമ്മയോട് പറയും, രാധികയോട് പറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ നേരെ പള്ളിയിൽ പോയിരിക്കും. എന്ന് പറയും, ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാനത് അമ്മയോട് പറഞ്ഞോളാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടത്തി വിളിച്ചിട്ട് പറഞ്ഞ്, രാധമ്മ എല്ലാ പ്രശ്നവും തീർന്ന്, മജിസ്ട്രേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിന്നളന്നിട്ട് എല്ലാം തിരിച്ചു, പ്രശ്നം തീർന്നു, ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, നീ അങ്ങോട്ട് വരാൻ പറയും. പെട്ടെന്നാണ്, എന്ത് സ്പീഡാണെന്ന് നോക്കിയേ. 16 കൊല്ലമാണ് 16 സെക്കൻഡ് കൊണ്ട് തീർക്കണത്. ഇതാരാ തീർക്കണത്? ഒരു പാവപ്പെട്ട ലേഡിയെ ദൈവം ഉപയോഗിക്കുകയാണ്. ആര് സത്യമായി വിശ്വസിക്കുന്നുവോ, ആര് ബോധ്യപ്പെട്ട് കർത്താവിന് വേണ്ടി വേറെ ചെയ്യുന്നുവോ, ആര് ക്രിസ്തുവിനെ കൈമാറാൻ തയ്യാറാകുന്നുവോ, അവരിലൂടെ ദൈവം പ്രവർത്തിക്കും. അപ്പം നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കഴിയുമ്പോൾ നിങ്ങൾ എംപവറിങ്ങിലാണ്, പവർ ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ പവർ ചെയ്യുകയാണ്. നിങ്ങൾ കർത്താവിന് കൈമാറുന്ന ആളാണെന്ന് കണ്ടാൽ ഉടനെ ദൈവം നിങ്ങൾക്ക് അടയാളം തരാൻ തുടങ്ങും. അടയാളം, അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മാവിന് നിറവുകൾ. അവരാണ് അവസാനം പറയണത്, ദൈവത്തെ കണ്ടുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കുകയാണ്, ഇനിയും ഞാൻ മരണം വരെ ഉടമ്പടി തന്നെ ജീവിക്കും. എന്താ കാര്യം? ദൈവത്തെ തൊടാൻ പറ്റുന്ന ഒരു വഴികളിലൂടെയാണ് അവർ ജീവിതത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവരെ ഉടമ്പടിയെ നീതീകരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ സാധൂകരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ശക്തരായ വക്താക്കളായി മാറാൻ വേണ്ടി ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം ചെയ്യണമേ. യേശുവേ ഹല്ലേലൂയ. ആരാധന 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ആരാധന കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വചനത്താലും അഭിഷേകത്താലും നമ്മളെ ധന്യരാക്കി അവിടുത്തെ സ്നേഹത്തിന്, ദേവതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ വീണ്ടും വീണ്ടും സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ വെളിച്ചമായി പ്രശോഭിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. നിന്റെ സ്വന്തമാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. മഹത്വം മഹത്വം. ദൈവമേനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമേനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി? പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് അടിപ്പിണ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഉച്ച മുതൽ ഉള്ളംകാല് വരെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലും നിങ്ങളുടെ ബാഹ്യ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ കൃപയാൽ സ്നാനപ്പെടുന്ന വലിയ സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യന് തലച്ചോറിനെ സ്പർശിക്കണമേ കർത്താവേ. തലച്ചോറ് സിസ്റ്റിനെ സ്പർശിക്കണ കർത്താവേ. തൈറോയിഡിനെ സ്പർശിക്കണ കർത്താവേ. സ്പോണ്ടിലോസിസിനെ സ്പർശിക്കണ കർത്താവേ. തൈറോയിഡിനെ സ്പർശിക്കണമേ കർത്താവേ. ഹിപ്പലിനെ സ്പർശിക്കണ കർത്താവേ. നെഞ്ചിനെ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുമുറിവാർന്ന് അണിപ്പഴുതാർന്ന് വലത് കരത്താൽ സ്പർശിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, എന്റെ വലത് കരത്താൽ, എന്റെ ആണിപ്പഴുതാർന്ന വലത് കരത്താൽ കർത്താവേ അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ നിന്റെ അത്ഭുത കരത്താൽ അടിപ്പിട പോലെ, കർത്താവേ അത്ഭുത കരത്താൽ അടിപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവികമായ ശക്തി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവികമായ ശക്തി ഒഴുകട്ടെ. ഓരോ കോശങ്ങളിലും ദൈവികമായ ശക്തി ഒഴുകട്ടെ. ഓരോ പേശികളിലും ദൈവികമായ ശക്തി ഒഴുകട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റു, ഞങ്ങൾക്ക് വേണ്ടി മൃത്യുടം ചൂടിയവരെ, ഞങ്ങൾക്ക് വേണ്ടി മൃത്യുടം ചൂടിയവരെ, നിന്റെ മുഴുക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, നിന്റെ മുഴുക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെ പടരട്ടെ. കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, ക്രൂശിക്കപ്പെട്ടവന്റെ നാമത്തിൽ, കുരിശേറ്റവന്റെ നാമത്തിൽ, തിരുവിലാവിൽ മുറിവേറ്റവന്റെ നാമത്തിൽ, അടിപ്പിടറേറ്റവന്റെ നാമത്തിൽ, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ഉച്ചമുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും ആന്തരിക അവയവങ്ങളിലും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അപ്പാ സ്വർഗീയപ്പാ, അപ്പാ സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ നീട്ടുന്നു. അപ്പാ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകണമേ.
യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും, എല്ലാ ദോഷങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ വിഷമസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ശ്രുതികടേ, ശ്രുതികടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ. ഉമനീർ ഗ്രന്ഥികള്, ഇടതുവശത്തെ ഉമനീർ ഗ്രന്ഥികള് അത് പഴുത്ത് കറുത്ത നിറമായിരിക്കുന്ന വ്യക്തിയെ, സ്ത്രീയെയാണ് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. വലത് കയ്യിലും ഇടത് കയ്യിലും വാച്ചുകൾ മാറ്റി മാറ്റി കെട്ടുന്ന മെറ്റൽ അലർജിയുള്ള വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഒരു ചെരുപ്പും പാകമാകുന്നില്ല, ഒരു ചെരുപ്പ് ഇടാൻ പറ്റുന്നില്ല. കാലിന് ആണി പോലുള്ള തളർച്ചയുണ്ട്, രോഗങ്ങളുണ്ട്, കാലിന് തളർച്ചയുണ്ട്, അതുപോലെ തന്നെ കാലിന് ശോഷിക്കുന്ന അവസ്ഥയുണ്ട്. ആ വ്യക്തിയെ കാലുകൾക്ക് വ്രണമുണ്ട്. ആ വ്യക്തികളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ. കോശങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ബയോപ്സി കൊടുത്തിരിക്കേണ്ട വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശരീരത്തിൽ വൈ പോലെ ജംഗ്ഷൻ വരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ബയോപ്സിക്ക് പോയിട്ടുള്ള വ്യക്തികളെ കർത്താവ് ഈശോമിശിഹായുടെ നാമത്തെ സുഖപ്പെടുത്തുന്ന, പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളുടെ സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് കോശങ്ങളെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കോശങ്ങളെയും ശരീരത്തിൻ്റെ ആന്തരികമായ അവയവങ്ങൾക്കുണ്ടായിരിക്കുന്ന കോശങ്ങളെ, ആ കോശങ്ങൾക്കുണ്ടായിരിക്കുന്ന കോശങ്ങൾ കറുത്ത് വന്നിരിക്കുന്നത് അത് ഡെഡായിട്ടുള്ള സെൽസുകൾ ഉണ്ടാകുന്നതാണ്. അതിന് ക്യാൻസർ എന്ന മറ്റു രോഗങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ആ കർത്താവ് ആ രോഗികളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന, സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന. ഞങ്ങളുടെ അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദ സമയമാണ്. ദൈവമാതാവിന്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് കിട്ടിയ എല്ലാ രോഗസൗഖ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കാം. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് വലിയ വചന വെളിപാട് നൽകിയതിന് നന്ദി പറയുന്നു. ഈശോയെ, ഏത് ജീവിത സാഹചര്യങ്ങളിലും ക്ലേശ സമയങ്ങളിലും നീയാണ് കർത്താവ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ജീവിത സാക്ഷ്യം നൽകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൃപാവര പ്രവൃത്തികളിലൂടെയും സാക്ഷ്യ ജീവിതത്തിലൂടെയും ഞങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്ക്, നീയാകുന്ന ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഒക്ടോബർ 26 ജപമാല റാലി. എല്ലാ ദിവസവും ജപമാല റാലിയുടെ സുരക്ഷിതവും വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. വ്യാഴാഴ്ച ദിവസം അച്ഛൻ ഇവിടെ ഉണ്ടാവാത്ത ദിവസമാണ്. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും കൗൺസിലിംഗ്, അച്ഛൻ്റെ കൗൺസിലിംഗ് ഇല്ല. അച്ഛൻ കാണാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ച് വരുന്ന മക്കളെ, രോഗികൾ, ഗുരുതരമായ രോഗികളെ ഓഫീസിൽ നേരത്തെ ചോദിച്ചിട്ട് അച്ഛൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്.